ആംഗലേയ വിദ്യാഭ്യാസമാണ് ഭാരതത്തെ ഉയർത്തിയത് എന്നൊക്കെ ഒരു മിഥ്യാധാരണയിലാണ് സത്യം പറഞ്ഞാൽ ആ പ്രീ ഡിഗ്രി വരെ ഞാനും ഉണ്ടായത്. ഭാരതത്തിൻ്റെ പാരമ്പര്യം എന്താണ്? ഏറ്റവും കൂടുതൽ ആളുകൾ ദൈനംദിന ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യമാണ്. കുറച്ച് സമയം മനസമാധാനമായിട്ട് കണ്ണടച്ചിരിക്കാൻ പറ്റണം. മഷ്റൂം പോലെയാണ് കൗൺസിലേഴ്സ് വരുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ് ശരിക്കും? മനുഷ്യൻ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഭൗതികത മനുഷ്യന് മതിയായ കാലത്താണ് ഇപ്പം മനുഷ്യൻ ജീവിക്കുന്നത്. അവൻ ഇനി മാനസികമായ തലങ്ങളിലേക്കാണ്. നമുക്ക് ഇത് അബോട്ട് ചെയ്ത് കളയാം എന്ന് പറയുന്ന വാക്ക് പോലും വയറിൽ കൊടുക്കുന്ന കുട്ടി കേട്ടിട്ട് അത് ബോധമണ്ഡലത്തിലില്ല, പക്ഷേ ഉപബോധ മണ്ഡലത്തിൽ അത് കിടക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ നമ്മൾ സ്വന്തം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് വിത്ത് ഹിം. ആൾക്ക് റോയൽറ്റി കൊടുക്കാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പം നെറ്റ്വർക്കിൻ്റെ കേസ് എടുത്ത ഗൂഗിൾ, അതില്ല, ഇവർ രണ്ടില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾക്ക് എല്ലാവർക്കും 5 ശരീരമുണ്ട്. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്ന ശരിക്കും 5 ശരീരം കൊണ്ടാണ്. യോഗശാസ്ത്രം പറയുന്നത് 5 എണ്ണം. ലളിതാ സഹസ്രനാമം എന്താണ് നമ്മൾ ഇതൊക്കെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്? എനിക്ക് 5 ശരീരമുണ്ട്. ഞാൻ എൻ്റെ പിതൃക്കളെ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ആ സമയത്ത് അയാൾ മരിക്കണില്ല. അതുകൊണ്ടാണ് നിങ്ങളൊരു ഡെഡ് ബോഡി എടുത്ത് നോക്കിയാൽ നമ്മുടെ മരിച്ചു എന്ന് പറയുന്ന ആളുടെ നഖവും മുടിയും വളരും. മനുഷ്യൻ നടക്കുന്നത് പ്രകൃതിയിൽ നിന്ന് വിരുദ്ധമാണ്. ഞാൻ എപ്പോഴും പറയില്ല, ഇപ്പോൾ ഈ കഴിഞ്ഞ വയനാട് ഇതിൽ എന്തുകൊണ്ട് മൃഗങ്ങൾ രക്ഷപ്പെട്ടു? അവർക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റും. സ്നേഹം. യതിഷ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില സൗഹൃദങ്ങളുടെ ധന്യത എന്ന് പറയുമ്പം അതിലൂടെ നമുക്ക് കിട്ടുന്ന കുറേ ഇൻഫർമേഷൻസ് അല്ല, കുറേ തിരിച്ചറിവുകൾ. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു യാത്രയിൽ പരിചയപ്പെട്ടതാണ് അവിനാഷ് വ്യാസഭാരതി അല്ലേ? അപ്പം നമ്മൾ ആദ്യമായി കാണുന്നത് ഒരു ചണ്ഡിക യാഗത്തിലാണ്, കാസർഗോഡ് വെച്ച്. ശരിയാണ്. ഓക്കെ. അന്ന് വളരെ സ്ഫുടമായി ചൊല്ലുന്നത് കണ്ടിട്ട് ഞാനൊരു ഗായകനാണെന്നാണ് ആദ്യം തെറ്റിദ്ധരിച്ചത്. ഈ ഒരു യാത്ര, ഈ ഒരു സ്പിരിച്വൽ, കാരണം നമ്മുടെ സീരീസിൽ മുഴുവൻ സ്പിരിച്വൽ, എൻ്റെ ഒരു സ്പിരിച്വൽ യാത്ര അല്ലെങ്കിൽ കെന്നത്തിൻ്റെ ഒരു സ്പിരിച്വൽ യാത്രയിലൂടെ പോകുന്ന സമയത്ത് കണ്ട, കേട്ട, പരിചയപ്പെട്ട ഒത്തിരി ആൾക്കാരെ മറ്റുള്ളവർക്ക് എത്തിക്കാനാണ്. കാരണം ഒരു ബുക്ക് വായിച്ച് തീരുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്ക് ചില ബന്ധങ്ങൾ നമുക്ക് തരുന്ന അറിവ് ഭയങ്കര ഗാഢമായിരിക്കും, ഭയങ്കര ദൃഢമായിരിക്കും. കാരണം ചില സംശയങ്ങൾക്ക് അവിടെ തന്നെ തീർക്കാൻ പറ്റും. ഞാൻ അവിനാശിയുടെ പരിചയപ്പെട്ടതിന് ശേഷം, ഞാനന്ന് അവിനാശ് എന്ന് വിളിച്ച് പരിചയപ്പെട്ടതിന് ശേഷം, ഇന്ന് അവിനാശി അല്ലെങ്കിൽ ആചാര്യ എന്ന് വിളിക്കുന്നത് ഞാൻ നിങ്ങളുടെ കീഴിൽ ചില കാര്യങ്ങൾ പഠിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ചില പ്രേക്ഷകർക്ക് തോന്നാൻ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. വളരെ ലോങ് ടേം ആയിട്ടുള്ളൊരു കോർപ്പറേറ്റ് കരിയറിൽ നിന്ന് മാറി ഒന്നും ചെയ്യാതെ കുറേ വർഷങ്ങൾ, ഞാൻ പറയുന്നത് വെറുതെ ചിലവാക്കിയെന്ന് ചിലപ്പോൾ ഫ്രണ്ട്സോ കുടുംബക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു അവസ്ഥ എങ്ങനെ എത്തി? മിഡിൽ ഈസ്റ്റ് വർക്ക് ചെയ്തു, ബാംഗ്ലൂർ വർക്ക് ചെയ്തു, മംഗലാപുരത്ത് വർക്ക് ചെയ്തു, ബാംഗ്ലൂർ വർക്ക് ചെയ്തു, പല ഫീൽഡിലും വർക്ക് ചെയ്തിട്ട് ഇങ്ങനൊരു ഫീൽഡിലേക്ക് വരാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഇങ്ങനൊരു തോട്ട് എങ്ങനെ വന്നു? ആദ്യമേ പറയാമെന്നുണ്ടെങ്കിൽ ആധ്യാത്മികത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നിരിക്കാം. പക്ഷെ അത് പുറത്തേക്ക് നമ്മൾ ഈ പറയുന്ന പോലെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ മാനിഫെസ്റ്റ് ചെയ്ത് വന്നത് എൻ്റെ പ്രീ ഡിഗ്രി കാലത്താണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം ഒരു ദേശീയ മുദ്രാവാക്യം കേട്ടതിൻ്റെ ഒരു ഔട്ട്കമാണ് ഇന്ന് ഈ ഇരിക്കുന്ന ഞാനെന്ന് പറയാം. ആ ഒരു മുദ്രാവാക്യം ചിലപ്പോൾ വിവാദപരമായ മുദ്രാവാക്യം ആയിരിക്കാം. ഇന്ന് ആളുകൾ, വിവാദമല്ല, എന്നെ സംബന്ധിച്ച് അത് വളരെ ദൈവികമാണ്. ദേവി ഉപാസനയുടെ ഭാഗമായതുകൊണ്ട് തന്നെ രാഷ്ട്രത്തെ ദേവി ശരീരമായി കണ്ട് നമ്മൾ വിളിക്കുന്ന ഒരു മുദ്രാവാക്യം. അപ്പോൾ അത് കുറേ ചേട്ടന്മാർ വിളിക്കുന്ന കേട്ട സമയത്താണ് എൻ്റെ ഉള്ളിൽ ഒരു, നമ്മൾ എപ്പോഴും പറയും ആധ്യാത്മിക യാത്രയിൽ നമുക്ക് എപ്പോഴും തുടക്കം ഇടുക നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു അനുഭവത്തിലൂടെ ആയിരിക്കും. അത് നമ്മൾ യോഗിക് ടേമിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും അതീന്ദ്രിയമായ കുറേ അനുഭവങ്ങൾ ഉണ്ടാവും എന്ന് പറയും. തീർച്ചയായും. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ടും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ, ഇപ്പം പ്രേംജി പറയുമ്പോൾ ഈ പറയുന്ന പോലെ മനസ്സിൽ അത് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു അന്നും എൻ്റെ മനസ്സിലും എൻ്റെ ശരീരത്തിലും ഒരു കോരിത്തരിപ്പാണ് ഉണ്ടായത് അത് കേട്ട സമയത്ത്. പിന്നെ ആ ചേട്ടന്മാരെ ഞാൻ നിരീക്ഷിക്കുകയും സ്വാഭാവികമായി അവരെ പരിചയപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ വായനയുടെ ലോകത്തേക്ക് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഭാഗമായിരുന്നു എൻ്റെ താല്പര്യം എന്നുള്ളതുകൊണ്ട് സ്വാമി വിവേകാനന്ദനായിരുന്നു എൻ്റെ ആദ്യത്തെ റോൾ മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വിവേകാനന്ദ കൃതികൾ ധാരാളം വായിച്ചു. ഭാരതം എന്താണെന്ന് മനസ്സിലായി. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. തീർച്ചയായും ഇന്നത്തെ സമൂഹം നമ്മൾ പറയും ഭാരതത്തെ ആംഗലേയ വിദ്യാഭ്യാസമാണ് ഭാരതത്തെ ഉയർത്തിയത് എന്നൊക്കെ ഒരു മിഥ്യാധാരണയിലാണ് സത്യം പറഞ്ഞാൽ ആ പ്രീ ഡിഗ്രി വരെ ഞാനും ഉണ്ടായത്.
കാരണം ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ എന്താകുമായിരുന്നു എന്ന് വിചാരിച്ചിരുന്ന എൻ്റെ കണ്ണ് തുറപ്പിച്ചത് ശരിക്കും സ്വാമി വിവേകാനന്ദൻ്റെ കൃതികളാണ്. ഭാരതത്തിൻ്റെ പാരമ്പര്യം എന്താണ്, അതിൽ നമ്മൾക്ക് കൊടുക്കാനുള്ള, ലോകത്തിന് മുമ്പിൽ നമ്മൾ കൊടുത്ത വിദ്യ എത്രമാത്രമാണ്. ശരിക്കും വിദ്യയ്ക്ക് ഒരു കുറവുള്ള നാടല്ല നമ്മൾ, പക്ഷെങ്കിൽ നമ്മളെ അങ്ങനെ ആക്കി തീർത്തതാണ്. സ്വന്തം അതിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ആരാണ്, എൻ്റെ പൈതൃകം എന്താണ്, എൻ്റെ നാടെന്താണ്, എൻ്റെ സംസ്കാരം എന്താണ്, എൻ്റെ ഉപാസനാ പദ്ധതി എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. അവിടെ നിന്നാണ് ഈ ഒരു ആധ്യാത്മിക യാത്ര തുടങ്ങുന്നത്. പ്രേംജി പറഞ്ഞ പോലെ തന്നെ സ്വാഭാവികമായും ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോൾ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. കാരണം അച്ഛൻ കുഞ്ഞുനാളിലെ അച്ഛനും അമ്മയും വേർപെട്ട് ജീവിച്ചൊരു ബാല്യമാണ് എനിക്കുണ്ടായത്. അപ്പോൾ കുടുംബത്തിലെ മൂത്ത മകനായതുകൊണ്ട് സ്വാഭാവികമായും ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ഷോൾഡറിലാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഈ പറയുന്ന കർമ്മമണ്ഡലം ജോലി എന്നുള്ളത് മാത്രമായിരുന്നു അന്ന് തലയിലെ ചിന്ത. കാരണം എൻ്റെ താഴെ എൻ്റെ പെങ്ങളുണ്ട്, റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ അങ്ങനെ പോയി. ഈ പറയുന്ന പോലെ തുടക്കം ബാങ്കിലായിരുന്നു ജോലി. അവിടെ ഒരു 3-3.5 വർഷം ജോലി ചെയ്തു. സോഫ്റ്റ്വെയർ സപ്പോർട്ടീവ് എൻജിനീയർ ആയിട്ടായിരുന്നു ഒരു നാഷണലൈസ്ഡ് ബാങ്കിങ് പ്രോജക്റ്റിൽ. അപ്പോൾ അങ്ങനെ അവിടെയും ഭാഗ്യവശാൽ എനിക്ക് ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നു ഈ അധ്യാപനം എന്നുള്ളത് എൻ്റെ ബ്ലഡിൽ അന്നേ ഉണ്ടാവുമായിരിക്കും. അവിടെയും എൻ്റെ ഈ പറയുന്ന വർക്ക് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ആളുകളെ, അതായത് മാനുവൽ ബാങ്കിങ് രീതിയിൽ നിന്ന് ഡിജിറ്റലൈസ് പ്ലാറ്റ്ഫോം. അപ്പോൾ അവിടെ ആളുകളെ ഈ പറയുന്ന പോലെ അതിൽ കൈപിടിച്ച് കൂട്ടി കൊണ്ടുപോകാന്നുള്ളൊരു കടമയായിരുന്നു അന്നും എനിക്ക് ഉണ്ടായിരുന്നത്. അത് ഇന്നാണ് അത് ഞാൻ തിരിച്ചറിയുന്നത്. അത് കഴിഞ്ഞ് ദുബായിക്ക് പോയി, അവിടെ ഒരു 7 വർഷം ജോലി ചെയ്തു. ആ സമയത്തൊക്കെ ടോട്ടലി കമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ ജീവിക്കായിരുന്നു. വായനയുണ്ട്, ഉപാസനയില്ല, വായനയുണ്ട്, ആധ്യാത്മികത തന്നെയാണ് എൻ്റെ ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ യാത്രയായി തിരിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞു. ദുബായിലൊരു വലിയ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ UAE നമുക്ക് ഈ ഒരു 20ാം നൂറ്റാണ്ടിലുള്ള ആദ്യത്തെ എക്കണോമിക് റിസഷൻ്റെ ഏറ്റവും എന്താ പറയുക ഇരയായ ആളുകളിൽ ഒരു ഏരിയയാണ് ഞാനെന്നും പറയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായി നാട്ടിൽ വന്നു. ആ സമയത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞു. നാട്ടിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിവേകാനന്ദൻ്റെ ആ ബ്ലഡ് ഉള്ളിലുണ്ടല്ലോ. അപ്പം നാട്ടിലാണ് നമ്മളെ കർമ്മമണ്ഡലം, നാടിനെ ഉയർത്തണം എന്നുള്ള ആ ഇതിൽ നാട്ടിൽ ഒരുപാട് കച്ചവടങ്ങളൊക്കെ തുടങ്ങി. പക്ഷേ 18 മണിക്കൂറൊക്കെ അതിന് ഞാൻ കൊടുക്കാറുണ്ട്. വെറും 6 മണിക്കൂർ മാത്രമാണ് ഞാൻ എൻ്റെ പേഴ്സണൽ റെസ്റ്റ് പീരീഡ്. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഓരോ വീഴ്ചൻ്റെ സമയത്തും കച്ചവടത്തിൽ ഓരോ വീഴ്ചയും മൈൻഡ് സെറ്റിൻ്റെ ഒക്കെ വ്യത്യാസം. കാരണം നമ്മൾ ദുബായിലോ അല്ലെങ്കിൽ മൾട്ടിനാഷണലൈസ്ഡ് കമ്മ്യൂണിറ്റിയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന അഗ്രസീവ്നെസ് ഒക്കെ പ്രതീക്ഷിച്ചിട്ടും അതൊക്കെ കൈമുതലായിട്ടാണ് നാട്ടിൽ വന്നിട്ടൊരു വലിയ പരിപാടികളൊക്കെ നമ്മൾ തുടങ്ങി. ആ ഒരു പ്രൊഫഷണലിസമൊക്കെ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യണം. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് മനസ്സിലായി ഈസ്റ്റേൺ മൈൻഡ് ഇസ് മച്ച് ഡിഫറെൻറ്റ് ദാൻ ദ വെസ്റ്റേൺ മൈൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടു, ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചു. പിന്നെ വേറെ ഒരു വലിയ പാഠം എന്ന് പറഞ്ഞാൽ കച്ചവടം. അവിടെയാണ് ഞാൻ ഈ വർണ്ണവ്യവസ്ഥയെ ശരിക്കും ബഹുമാനിക്കുന്നത്. വർണ്ണവ്യവസ്ഥയിൽ കൃത്യമായി പറയുന്നുണ്ട് കച്ചവടം വൈശ്യർക്ക് പറഞ്ഞതാണ്, ബ്രാഹ്മണർക്ക് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, ശൂദ്രർക്ക് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഞാനിപ്പോൾ ചിലപ്പോൾ ഞാൻ മാനേജ്മെൻ്റ് ആണ് പഠിച്ചതെന്ന് വിചാരിക്കുക. ചിലപ്പോൾ ഉദാഹരണം MBA ഞാൻ പഠിച്ചു, അതിലുള്ള ടെക്നിക്സ് ആൻഡ് ടൂൾസൊക്കെ ഞാൻ മാസ്റ്റർ ചെയ്തെന്ന് വിചാരിക്കാം. പക്ഷെ ഞാനത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ എൻ്റെ പ്രകൃതം ചിലപ്പോൾ ഒരു ബ്രാഹ്മണൻ്റേതോ ശൂദ്രൻ്റേതോ ആണെങ്കിൽ ഐ വോണ്ട് സക്സീഡ്. ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ചിലപ്പോൾ അത് ബ്രോഡ്ലി ചിലപ്പോൾ ആളുകൾക്ക് എന്നെ എതിർക്കാം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ വ്യക്തിത്വങ്ങൾക്കും തനതായ ഒരു പ്രകൃതമുണ്ട്. അതൊരിക്കലും ജാതീയത അല്ല. ഞാൻ ഈ പറയുന്നത് വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്നത് തന്നെ അത് വർണ്ണങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ളതാണ്. ഇത് വലിയൊരു ശാസ്ത്രമാണ് ശരിക്കും. വർണ്ണവ്യവസ്ഥ നമ്മൾ ഒറ്റയടിക്കും മനുസ്മൃതിയൊക്കെ കുറ്റം പറയുമെങ്കിലും ഭഗവത്ഗീതയിൽ കൃഷ്ണൻ തന്നെ, സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ട. അവിടെയൊക്കെ പറഞ്ഞത് ജാതി എന്നല്ല. ജാതി ഒരിക്കലും ഹിന്ദുവിൻ്റെ കൺസെപ്റ്റേ അല്ല, ഹിന്ദുവിൻ്റെ ദർശനങ്ങളിൽ ഇല്ലാത്തതാണ്, നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാത്തതാണ് ജാതീയത. പക്ഷെ എന്തുകൊണ്ടോ അത് അടിച്ചേൽപ്പിക്കപ്പെട്ടു. അപ്പം വർണ്ണവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ആ വർണ്ണവ്യവസ്ഥയിൽ ഒരാൾക്ക് സ്വന്തം ഒരു പ്രകൃതം ഉണ്ടാവും. ആ പ്രകൃതത്തിൽ എന്താണോ അയാളുടെ കർമ്മം, ആ പ്രകൃതത്തിൽ നിന്നുകൊണ്ട് അയാൾ ചെയ്താൽ അതിൽ ശോഭിക്കും. ഇതെൻ്റെ അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് എൻ്റെ പ്രകൃതം കച്ചവടത്തിന്. അത് ശരിക്കും ഞാൻ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നല്ല, ഞാൻ ആ ഒരു ഫ്ലോ കട്ട് ചെയ്യുന്നല്ല. പക്ഷെ ചോദിക്കുന്നത്
ഇന്ന് ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസൊക്കെ തന്നെ പറയുന്ന ഒരു കാര്യം, നമുക്കൊരു അക്യുമൻ അല്ലെങ്കിൽ DNA, ഈ ചില ആൾക്കാർ പറയുമല്ലോ, അപ്പോൾ മലബാറീസിന് അങ്ങനെ ഒരു അക്യുമൻ ഉണ്ട്. അതുപോലെ ഫോറിൻ ട്രേഡ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് അക്യുമൻ ഉണ്ട്. അപ്പം നമ്മളുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രൊഫഷണലിസം ഇല്ലായ്മയൊന്നും ഇല്ല. പക്ഷെ നമ്മൾ കുറച്ചുകൂടി സ്ലോ ഡൗൺ ആണ്. അത് എന്തോ ഞാൻ മനസ്സിലാക്കുന്നത് ഈ തീരദേശത്തൊക്കെ ആ സ്ലോ ഡൗൺ ഉണ്ട്. തീരദേശം ജീവിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു സ്ലോ ഡൗൺ എപ്പോഴും ഉണ്ട്. ആ ഒരു മേ ബി അഗ്രഷൻ കുറച്ച് കുറവായിരിക്കാം. അത് എൻ്റെ ഒരു ഡിസ്കണക്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. പക്ഷെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ ഒരു ജാതി എന്നല്ല പറയുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് അതിൻ്റേതായ ഒരു DNA അവർക്ക് എന്തായാലും ഉണ്ടാവും. ആ DNA ചില ആൾക്കാർക്കില്ല. അതുകൊണ്ടല്ല പല കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ബാങ്കുകൾ ഉണ്ടായതും. ഇപ്പം വൈശ്യ ബാങ്ക് നിങ്ങൾ നോക്കിയാൽ, അല്ലെങ്കിൽ പല ബാങ്കുകളും, ഞാൻ എക്സാമ്പിൾ പറയണം. അപ്പം അങ്ങനെ പല ബാങ്കുകളും ഓരോ കമ്മ്യൂണിറ്റീസ് തുടങ്ങിയതാണ്. അതുപോലെ നമ്മളിപ്പോൾ പറയും മാർവാഡീസ് അല്ലേ, അവർ ബിസിനസ് ചെയ്യുന്ന പോലെ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കാൽക്കുലേറ്ററിൽ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ ചിക്പേട്ടിൽ ഒരാളെ കാണാൻ പോകുമ്പം ഞാൻ ബാങ്കിൽ അന്ന് വെൽത്ത് മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു IRR അയാൾ കാൽക്കുലേറ്റർ ചെയ്യും. അപ്പോൾ അതൊരു അക്യുമെനാണ് നിങ്ങൾ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം അതോടൊപ്പം തന്നെ ഈ മാതാപിതാ ഗുരു ദൈവം, അപ്പോൾ നേരത്തെ പറഞ്ഞു അച്ഛൻ എന്നുള്ള ഒരാൾ ആ ഒരു റോളിൽ ഇന്നും നിങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു റോളിൽ നിങ്ങൾക്ക് ആരും ഉണ്ടായിരുന്നില്ല. ആ റോള് ശരിക്കും ആരാണ് നിങ്ങളുടെ ജീവിതത്തിൽ? കാരണം മാതാവ്, പിതാവ്, ഈ ഒരു ലൈൻ പോകുമ്പോൾ ഒരു റോൾ ആരെങ്കിലും പ്ലേ ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായും. അത് പേഴ്സണൽ ചോദ്യമാണെങ്കിലും എനിക്കിഷ്ടമാണ് ആ ഉത്തരം പറയാൻ. കാരണം ഞാൻ ഈ ദേവി ഉപാസനയിൽ വരാൻ തന്നെ കാരണം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കുഞ്ഞുനാളിൽ മാതാപിതാക്കൾ തമ്മിൽ അകന്ന് ജീവിച്ചതുകൊണ്ട് എൻ്റെ അമ്മയായിരുന്നു ശരിക്കും എൻ്റെ അച്ഛൻ്റെ റോള് അവിടെ എടുത്തത്. കാരണം സ്വാഭാവികമായി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അമ്മ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് കോർണറാണ്. അതെ, എന്തിനും ഓടിപ്പോകാനുള്ളൊരു സോഫ്റ്റ് കോർണറാണ്. പക്ഷേ എൻ്റെ ബാല്യത്തിൽ ആ സോഫ്റ്റ് കോർണർ എനിക്ക് ഉണ്ടായിരുന്നില്ല. അതിൽ ഞാൻ അമ്മയെ കുറ്റം പറയില്ല. കാരണം ഞാൻ ഒരു കടലോര മത്സ്യഗ്രാമത്തിൽ ജനിച്ച് വളർന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഏത് ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെങ്കിലും ആ കമ്മ്യൂണിറ്റീൻ്റേതായ ഒരു കൾച്ചർ ഉണ്ടാവും. അപ്പോൾ ആ കൾച്ചറിൽ നമ്മൾ പെട്ടുപോകരുത്. കമ്മ്യൂണിറ്റി ഒരിക്കലും മോശമായിട്ടല്ല. ഞാൻ ഇന്നും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇന്നും അതിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. ആ ഒരു പ്രദേശത്ത് ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്ന ആളാണ്. അപ്പോൾ എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ ചില ജോലിക്ക് ചില സ്വഭാവങ്ങൾ അതിൻ്റെ കൂട്ടായിട്ട് വരും. അപ്പോൾ അങ്ങനെ ചില സ്വഭാവങ്ങൾ നമ്മൾക്ക് പേഴ്സണാലിറ്റിയിൽ മോശമാണ് എന്നറിയുന്നതുകൊണ്ട് തന്നെ അമ്മ വളരെ സ്ട്രോങ് ആയിട്ടാണ് കുട്ടിക്കാലത്ത് നിന്നിരുന്നത്. യഥാർത്ഥത്തിലൊരു എങ്ങനെ ഹാർഡായിട്ട് നിൽക്കാൻ പറ്റും അത്രയും ഹാർഡായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ആ വാത്സല്യം, സ്നേഹം എന്നൊക്കെ ഉള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ നിഷേധിക്കപ്പെടുകയായിരുന്നു ആ സമയത്ത്. കുറച്ച് ടഫ് ലവ് ആണെന്ന് പറയാം. വളരെ. അപ്പോൾ പക്ഷേ ആ സമയത്ത് ഞാനത് വേദനിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് എനിക്ക് അമ്മയോട് ഭയങ്കര ബഹുമാനമാണ്. കാരണം അന്ന് ആ 2 റോള് കൈകാര്യം ചെയ്യാൻ പറ്റി. ഇപ്പം എൻ്റെ അമ്മാവനാണ് അച്ഛൻ്റെ സ്ഥാനത്തുണ്ടായിരുന്നത്. അദ്ദേഹം ദുബായിലായിരുന്നു ആ സമയത്ത് എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ ഒരു അച്ഛൻ ചെയ്യേണ്ട എല്ലാം എന്നെ വളർത്തി പഠിപ്പിച്ചു എല്ലാം. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ആ മാതാപിതാ ഗുരു റോള് വന്നത്. ഇനി ഗുരുക്കന്മാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഞാൻ പറയും പുസ്തകമാണ് എൻ്റെ ആദ്യത്തെ ഗുരു. പക്ഷെ അമ്മമ്മയ്ക്ക് നല്ല വലിയ റോളുണ്ട്. ഒരു പ്രിസിഷൻ്റെ കാര്യങ്ങൾ ക്ലാസ്സിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഞാൻ ഏറ്റവും അടുത്ത് അമ്മമ്മയെ ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഏറ്റവും അപ്പുറത്ത് വെക്കാനാണ് എനിക്ക് ആഗ്രഹം. അതായത് ഒരു ഈശ്വരൻ്റെ ലെവലിൽ വെക്കാനാണ് ആഗ്രഹം. കാരണം എൻ്റെ വീട്ടിൽ 5 മണി എന്നുള്ളൊരു സമയം ഉണ്ടെങ്കിൽ എന്നെയും പെങ്ങളെയും വിളിച്ച് കൊണ്ടിരുത്തി ഞങ്ങൾക്കൊരു കട്ടൻ ചായ ഇട്ടെന്ന് അതിലൊരു സ്പൂണ് പശുനെയ്യും ഇട്ട് തന്നിട്ട് ഞങ്ങൾ പഠിക്കാനിരുത്തും. അമ്മമ്മയ്ക്ക് സാമാന്യം 2ാം ക്ലാസ് 3ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ എൻ്റെ അടുത്ത്. പക്ഷെ 5 മണിയാകുമ്പോൾ ഞങ്ങൾ ടേബിളിലുണ്ട്, ഞങ്ങൾ വായിക്കുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചാണെങ്കിലും ഞാൻ വായിക്കുന്നത് എന്താണെന്ന് പോലും ചിലപ്പോൾ അമ്മമ്മയ്ക്ക് അറിയണ്ടാവില്ല. പക്ഷെ എന്നാലും ഷീൽ മേക്ക് ഷുവർ ദാറ്റ് ഞങ്ങൾ അവിടെ ഉണ്ട്. 5 മണിക്ക് ഞങ്ങൾ ഉണർന്ന് 5 മണിക്ക് പഠിക്കാൻ തുടങ്ങണം, എന്തേലും വായിക്കണം, അത് മൂപ്പര് കേൾക്കണം. അത് കഴിഞ്ഞ് മൂപ്പര് നേരെ ക്ഷേത്ര ദർശനമാണ്. മരിക്കുന്നത് വരെ ഈ റുട്ടീന് കൊണ്ടുപോയ ഒരാളാണ്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പ്രിസിഷൻ എത്രത്തോളം ജീവിതത്തിൽ ആവശ്യമാണെന്ന് എന്നെ പഠിപ്പിച്ച ഒരു. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഏർലി മോർണിംഗ് പഠിക്കുമ്പോഴുള്ള ഗുണം, ഇൻ്റലക്റ്റിനുള്ള ഗുണം, സ്വഭാവത്തിനുള്ള മാറ്റം, ഇതൊക്കെ പലരും നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഇത് ലാക്ക് ചെയ്യുമ്പോൾ അവർ ഇന്ന് റിപ്പൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും എൻ്റെ ഭാഗ്യമാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരാളുണ്ടായി. ഈ മാതാപിതാ ഗുരു കൺസെപ്റ്റിൽ വന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ അമ്മയും അമ്മാവനും മുത്തശ്ശിയുടെയൊക്കെ ഇടയിൽ വളർന്നതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക്
ആ ലാളിത്യം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, വാത്സല്യം. ഇത് ഞാൻ തേടിയത് ശരിക്കും ദേവി ഉപാസനയിലാണ്. അമ്മ എന്നുള്ള ആ ഒരു തീം എൻ്റെ ജീവിതത്തിൽ ശരിക്കും ദേവിയാണ്. അതിപ്പോൾ എങ്ങനെ ഇവിടെ ഞാൻ എങ്ങനെ എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ന് എനിക്ക് 300ഓളം അമ്മമാരുണ്ട്. അതെ അതെ ഒരമ്മയല്ല, 300ഓളം അമ്മമാരുണ്ട്. അത് ഈ പറയുന്ന പോലെ ഞാൻ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ പഠിപ്പിച്ച് അവരെ പൂജാ പദ്ധതികളിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോയി, അവരെ നിത്യജീവിതത്തിൽ ഇതൊരു ഉപാസനാ മാർഗമായി സങ്കല്പങ്ങളെടുത്ത് അവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ അവർ നേടിയിട്ട് അവരെനിക്ക് തിരിച്ചു തരുന്നത് യഥാർത്ഥ ഞാൻ എൻ്റെ ബാല്യകാലത്ത് എന്താണോ മിസ്സായത് അതൊരു, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 100 കണക്കിന് എന്നല്ല പറയാം, 300 ഇരട്ടിയാണ് ഇപ്പം എനിക്കത് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ അർത്ഥം എന്താ വെച്ചാൽ നമ്മളെ ജീവിതത്തിൽ ചില സമയത്ത് ചിലത് നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മളെ ഹിന്ദിയിലൊരു ചൊല്ലുണ്ട്, ജബ് വോ ദേത്തായ ചപ്പട്ട് ഭാഡ്ക്കെ ദേഗ. 100%. അപ്പോൾ അങ്ങനെയാണ് ഈശ്വരി തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഒരു യാത്രയിൽ ഏറ്റവും എന്നെ ദേവി കൈപിടിച്ച് കൊണ്ടുപോയത് എന്ന് തന്നെ പറയാം. കാരണം ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയൊരു കാര്യമുണ്ട്, കച്ചവടം തുടങ്ങി, ഇതെൻ്റെ പ്രകൃതി അല്ല എന്ന്. ഞാൻ 18 മണി, ഏതെങ്കിലും ഒരു മനുഷ്യൻ 18 മണിക്കൂർ അധ്വാനിച്ചാൽ അയാൾ സക്സസ് ആവാണ്ടിരിക്കുമോ? സക്സസ് ആവേണ്ടതാണ് അല്ലേ? അപ്പം റിസൾട്ട് ഉണ്ടായിനോ എന്ന് ചോദിച്ചാൽ റിസൾട്ട് എനിക്ക് കാണിച്ചു തരും, പക്ഷെ സസ്റ്റൈനബിലിറ്റി തരില്ല. പക്ഷെ ഞാൻ അന്നേരവും എൻ്റെ ഈ എന്താ പറയുക, ഹാർഡ് വർക്ക് ചെയ്യാനുള്ളതും പ്രിസിഷൻ മൈൻഡ് സെറ്റ് ഉള്ളതും കൊണ്ട് ഞാൻ വീണ്ടും എന്നോട് തന്നെ പറയും, ഇല്ല ഐ വിൽ ഓവർകം, ഞാൻ ട്രൈ ചെയ്യണ്ടല്ലോ, എനിക്ക് റിസൾട്ട് കിട്ടും, പിന്നെയും ഞാൻ അതിന് കവർ ചെയ്യാൻ ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ബട്ട് ആറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ മനസ്സിലാക്കി എന്താണ്, ഒരു ഘട്ടത്തിൽ ദേവി തന്നെ എനിക്ക് കണ്ണ് തുറപ്പിച്ച് തന്നിട്ട് അപ്പം എനിക്ക് തോന്നി, ഇത് ദേവി എന്നോട് പറയാണ്, ഇത് നിൻ്റെ വഴിയല്ല, യു ജസ്റ്റ് ലീവ് ഇറ്റ് ആൻഡ് ഗോ. പക്ഷെ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലാതെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഡിസഗ്രിമെൻറ്റ്സ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ആ ഒരു എന്താ പറയുക ഗ്രൂപ്പ് ഓഫ് ഇതിൽ പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു DNA ഇല്ലാത്തത് കൊണ്ടൊന്നും ആവണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്ന അങ്ങനെയാണല്ലോ. ഇപ്പം നമ്മൾ സിനിമാ താരങ്ങൾ എടുത്താൽ പോലും അല്ലെങ്കിൽ ബിസിനസ്സുകാർ എടുത്താൽ പോലും വേറെ വളരെ ഫീൽഡിലുള്ള ആൾക്കാർ ലാസ്റ്റ് വന്നെത്തുന്നത് അവിടെ സക്സസ് ആവാൻ പറ്റാണ്ട് അല്ലിക്കില്ല. പക്ഷെ അവരുടെ എന്താ പറയുക, അവരിവിടെയാണ് വേണ്ടത് എന്നുള്ള ഒരു യൂണിവേഴ്സൽ ലോ ഉണ്ടാവും. ആ ലോ തന്നെയാണല്ലോ ഇന്ന് ലളിത എന്നറിയുമ്പം ഞാൻ ചോദിക്കുന്നത്, എൻ്റെ അടുത്ത ചോദ്യം നിങ്ങളോടുള്ളത്, ഈ ലളിതാ സഹസ്രനാമം ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് ഈ 300 അമ്മമാർക്കൊരു ഗ്രൂപ്പും പഠിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു തോട്ട് പ്രോസസ്സ് പോയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ അമ്മമാരെ ലളിതാ സഹസ്രനാമം പഠിപ്പിക്കാൻ ഇത് പഠിപ്പിക്കണമെന്ന് സെലക്ട് ചെയ്യാം? കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ പ്രിഡിഗ്രി കാലഘട്ടത്തിലൊക്കെ ഞാൻ മാതാമൃതാനന്ദമയാണ് ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് ലളിതാ സഹസ്രനാമം എല്ലാ വീടുകളിലും, എനിക്കന്ന് ഫോട്ടോ കോപ്പിയാണ് കിട്ടിയിട്ടുള്ളത്, ഒരു പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പി അന്ന് പരിചയപ്പെട്ട ഒരു മാതാ വഴി എനിക്ക് കിട്ടി. ഞാൻ കുറേ കാലം അറിഞ്ഞും അറിയാതെയും ഒന്നും അറിയാതെ അത് ചൊല്ലിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് എൻ്റെ ഒരു എന്താ പറയുക തോട്ട് പ്രോസസ്സിൽ ഉണ്ടായിട്ടുണ്ടാവാം. അതെനിക്ക് അന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലളിതാ സഹസ്രനാമം പഠിപ്പിക്കാം, അല്ലെങ്കിൽ ഇതാണ് പഠിപ്പിക്കേണ്ടത് അമ്മമാർക്ക് എന്നുള്ളൊരു തോട്ട് വരാനുള്ള കാരണം? കാരണം നിങ്ങൾ എൻ്റെ അടുത്തൊരു കഥ പണ്ട് നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, ഈ കുട്ടികളുടെ എഫക്റ്റും അതൊക്കെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു തോട്ട് വരാൻ കാരണം എന്താണ്? അതൊന്ന് പ്രേക്ഷകരോട് പറയുകയാണെങ്കിൽ മേ ബി അത് സന്തോഷമേ ഉള്ളൂ. കാരണം ഇന്നത്തെ തലമുറ ഓടിക്കൊണ്ടിരിക്കുന്നത് ആധ്യാത്മികതയിലേക്കാണ്. 21-ാം നൂറ്റാണ്ടിൻ്റെ രോഗം തന്നെ മാനസിക രോഗമാണ്. ഏറ്റവും വലിയ ഒരു ആഗോള വിപത്തായി കൊറോണയ്ക്ക് ശേഷം ഇനി നമ്മളെ മീറ്റ് ചെയ്യാൻ പോകുന്നത് മാനസിക വൈകല്യങ്ങളുടെ കാലങ്ങളാണ്. ഇന്ന് ലോകം തേടുന്നതും ഏറ്റവും കൂടുതൽ ഇന്ന് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആളുകൾ ദൈനംദിന ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന 2 കാര്യമാണ്. കുറച്ച് സമയം മനസ്സമാധാനമായിട്ട് കണ്ണടച്ചിരിക്കാൻ പറ്റണം, പിന്നെ ജീവിതത്തിൽ ഒരു എന്താ പറയുക ഒരു മെൻറ്റർ വേണം. കൗൺസിലിംഗ് ക്ലാസ്സസിൻ്റെ ഒരു ബഹളാണ് ഇപ്പോൾ, മഷ്റൂം പോലെയാണ് കൗൺസിലേഴ്സ് വരുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ് ശരിക്കും? മനുഷ്യൻ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഭൗതികത മനുഷ്യന് മതിയായ കാലത്താണ് ഇപ്പോൾ മനുഷ്യൻ ജീവിക്കുന്നത്. അവൻ ഇനി മാനസികമായ തലങ്ങളിലേക്കാണ് അവൻ്റെ യാത്ര. അപ്പം സ്വാഭാവികമായിട്ട് ഈ ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് ലളിതാ സഹസ്രനാമം എന്ന് പറഞ്ഞാൽ, എൻ്റെ ആധ്യാത്മിക യാത്രയിൽ എനിക്ക് ആദ്യം ഞാൻ കൈവച്ച പുസ്തകം, ഒരു ഉപാസനാ പദ്ധതി എന്നുള്ള രീതിയിൽ കൈവച്ച പുസ്തകം ലളിതാ സഹസ്രനാമമാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ട സമയത്ത് ഇതുപോലെ എന്നും രാവിലെ 5 മണിയാകുമ്പോൾ ക്ഷേത്ര ദർശനം, അത് കഴിഞ്ഞാൽ പിന്നെ കോളേജിൽ പഠിക്കുന്ന കാലമാണ്, ഫൈനൽ ഡിഗ്രി പഠിക്കുന്ന കാലം. അപ്പോൾ ആ സമയമായതുകൊണ്ട് എനിക്ക്
9 മണി വരെ വലിയ സമയത്തിൻ്റെ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഇന്ന് വെറുതെ ലാഗായിട്ട് ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ചൊല്ലാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം ചൂസ് ചെയ്ത ടെക്സ്റ്റും ലളിതാ സഹസ്രനാമമാണ്. ശബരിമലയ്ക്ക് പോണ സമയത്ത് ആ 41 ദിവസത്തെ പീരീഡിൽ എന്നും നമ്മുടെ ക്ഷേത്രത്തിൽ, ഗ്രാമദേവതയുടെ ക്ഷേത്രത്തിൽ ഞാനിരുന്നു. ഈ പറഞ്ഞ പോലെ എന്നെ കൊണ്ട് അറിയുന്ന പോലെയും അറിയാത്തത് പോലെയും ചൊല്ലി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അന്ന് ഞാൻ എനിക്ക് ആ ടെക്സ്റ്റ് കൊണ്ട് മനസ്സിൽ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു നമ്മളീ പറയുന്ന ഉത്ബോധനം ഉണ്ടായത്, മനസ്സിൽ എന്ത് വിചാരിച്ചോ അത് മാനിഫെസ്റ്റ് ചെയ്ത് വന്നു. 41 ദിവസം ഞാൻ എൻ്റെ മനസ്സിലുണ്ടായ ആകുലതകളാണ്. അത് വിത്തിൻ നെക്സ്റ്റ് 3 years എൻ്റെ ലൈഫിൽ അത് മാനിഫെസ്റ്റ് ചെയ്തു വന്നു. ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ ഈ ആധ്യാത്മിക മാർഗത്തിൽ നിന്ന് നേരെ പോയത് ജോലിയിലേക്കാണ്. പക്ഷേ ആ ഒരു 7-10 വർഷം എൻ്റെ ലൈഫിൽ, ആ 10 വർഷം ദേവി എന്നെ കൈപിടിച്ച് കൊണ്ടുവരുന്നു. സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഞാൻ പോലും വിചാരിക്കാത്ത സമൃദ്ധിയാണ് എനിക്ക് തന്നത്. അതെൻ്റെ കുടുംബത്തിന് പറയാം, എൻ്റെ നാട്ടിലുള്ള ആളുകൾക്ക് പറയാം. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത സമൃദ്ധി, ഞാൻ പോലും വിചാരിക്കാത്ത ആളുകളുമായിട്ട് ഞാൻ ഇതുപോലെ ഇരുന്ന് സംസാരിക്കുന്നു. വലിയ ഇൻ്റർനാഷണൽ പ്രോജക്ട്സ് പിന്നെ കോർഡിനേറ്റ് ചെയ്യുന്നു. ഗവൺമെൻറ് ടു ഗവൺമെൻറ് ഡിസ്കഷൻസിൽ കോർഡിനേറ്റർ ആവുന്നു. ഹ്യൂജ് ഈവൺ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ റെയിൽവേ മിനിസ്ട്രിയോട് പോലും ഡിസ്കസ് ചെയ്യുന്ന പൊസിഷനിലേക്ക് ഇൻ്റർനാഷണൽ പ്രോജക്ട്സിൽ ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം എന്താണ് മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ, ഈ മനസ്സിൽ ഒരു കാര്യം സങ്കല്പം വെച്ച് ദേവിയെ ഉപാസിച്ചാൽ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പറയും അത് 100% മാനിഫെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ 2 വർഷമായിട്ട് ഞാൻ ഈ അമ്മമാരെ പഠിപ്പിക്കുമ്പോഴും ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതും ഞാൻ അനുഭവിച്ച ഈ ടെക്നിക്കാണ്. സങ്കല്പമെടുത്ത് ദേവിയെ ഉപാസിക്കൂ. കാരണം നമ്മൾ ഈ ഹിന്ദുക്കൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം, ഇത്രയും വലിയ ടെക്സ്റ്റും ഇത്രയും വലിയ നോളജും നമുക്ക് ഋഷീശ്വരന്മാർ തന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി ഒരു കാലഘട്ടം മുതൽ, ശരിക്കും പറഞ്ഞാൽ ഒരു 5-ാം നൂറ്റാണ്ട് മുതൽ ഗ്രാജ്വലി ഒരു വിഭാഗത്തിൻ്റെ കൈകളിലേക്ക് പോയി ഈ ആപ്ലിക്കേഷൻ. നമ്മളിപ്പം കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് എങ്ങനെയാണോ ബിൽഗേറ്റ്സ് മൈക്രോസോഫ്റ്റ് എന്ന സോഫ്റ്റ്വെയർ വെച്ച് കൺട്രോൾ, നമ്മളെല്ലാവരും കമ്പ്യൂട്ടർ നമ്മൾ സ്വന്തം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് വിത്ത് ഹിം, റൈറ്റ്? ആൾക്ക് റോയൽറ്റി കൊടുക്കാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പം നെറ്റ്വർക്കിൻ്റെ കേസ് എടുത്താൽ ഗൂഗിൾ, ഇല്ലേ? അതില്ല, ഇവർ രണ്ടില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്തു? പക്ഷേ ഈ ഗൂഗിളും അല്ലെങ്കിൽ ഈ പറയുന്ന ബിൽഗേറ്റ്സുമാണോ ഈ ടെക്നോളജി തേച്ചും ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ? എല്ലാം ലക്ഷക്കണക്കിന് സയൻറ്റിസ്റ്റിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ രണ്ടാൾക്കാരെന്ന് പറഞ്ഞാൽ ദേ ആർ ഹെഡിങ് സർട്ടൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ പറയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത്രയും ദശാബ്ദങ്ങളായി ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ എത്രയോ ശാസ്ത്രജ്ഞന്മാർ പണിയെടുത്തിട്ട് അവരുടെ ഇൻ്റലക്റ്റ് തേച്ചും ആരുടെ കൈവശമാണുള്ളത്? ഈ 2 സ്ഥാപനങ്ങളുടെ കൈവശമാണ്. ലോകം മുഴുവൻ അവർ നിയന്ത്രിക്കുന്നു. ഇത് തന്നെയാണ് ഭാരതത്തിലും സംഭവിച്ചത്. ഭാരതത്തിൻ്റെ ഇത്രയും വിശാലമായ ലോകം മുഴുവനും പരത്തി കൊടുത്ത ഈ ആപ്ലിക്കബിൾ സ്കിൽസ്, അത് തേടിയിട്ടാണ് എല്ലാവരും ഭാരതത്തിലേക്ക് വന്നത്. ആ സ്കിൽസ് ഒരു 5-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് എന്ത് ചെയ്തു? അതായത് കൃത്യമായി മലയാളികൾക്ക് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ നിന്ന് ഇതിനെ രക്ഷിക്കാൻ പോയ ഒരാളുണ്ടല്ലോ, അല്ലേ? ആദിശങ്കരൻ നമ്മൾ വിളിക്കുന്ന ശങ്കരാചാര്യർ. അപ്പോൾ ആ ശങ്കരാചാര്യരുടെ ആ കാലം തൊട്ട് ഇതൊരു വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് അദ്ദേഹം വളരെ പരിശ്രമിച്ചിട്ടാണ് അത് ഒരു അറ്റം വരെ തിരിച്ചു കൊണ്ടുവന്നത്. വീണ്ടും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ വീണ്ടും ഇത്, പിന്നെ ഒരുപാട് ഈ പറയുന്ന പോലെ നമ്മുടെ സ്വാമി വിവേകാനന്ദനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇത് ക്രമേണ ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ പോയി. ഇപ്പം അതുകൊണ്ട് എന്തുണ്ടായി? 20-ാം നൂറ്റാണ്ട് എത്തുമ്പോഴേക്കും ഭാരതത്തിൻ്റെ ഭൂരിഭാഗം ആളുകൾക്കും ഞാൻ ഹിന്ദു ആണെന്ന് നാമധാരിയായി ജീവിക്കാനുള്ള ഗതികേടിലേക്കാണുള്ളത്. നാമധാരി മാത്രമാണ് ഞാൻ പറയുന്നത്. ഭൂരിപക്ഷം എന്നുള്ള കണക്കെടുക്കുമ്പോഴാണ് കേട്ടോ. ഇതിൽ ശരിക്കും ഉപാസകർ ഇപ്പോഴും ഉണ്ട് ഒരു വിഭാഗം. അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഇൻ ടോട്ടൽ ഒരു ജനറൽ കൺസെപ്റ്റിലാണ് പറയുന്നത്, അല്ലാതെ കാടടച്ച് വെടിയൊക്കെയല്ല. അപ്പോൾ ഭൂരിഭാഗം ആളുകളുടെ ഒരു അവസ്ഥ എന്താണ്? നമ്മൾ ക്ഷേത്ര ദർശനം നടത്തും. എന്തിന്? ഞാൻ ശരിക്കും കളിയാക്കിക്കൊണ്ട് അമ്മമാരോട് പറയൽ, നിങ്ങൾ യാചിക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്പലത്തിൽ പോവാറ്? ശരിക്കും നമ്മളെല്ലാവരും അവനവനോട് ചോദിച്ചാൽ തന്നെ എന്താണ്? ഒന്നെങ്കിൽ നമ്മൾ കച്ചവടം ചെയ്യാനാണ് അമ്പലത്തിൽ പോകുന്നത്, അല്ലെങ്കിൽ യാചിക്കാനാണ്. ഒന്നെങ്കിൽ ദൈവത്തിനോട് പറയും എൻ്റെ മകളുടെ കല്യാണം അല്ലെങ്കിൽ മകൻ്റെ കല്യാണം, അല്ലെങ്കിൽ അവനൊരു ജോലി, ഇന്ന ജോലി കിട്ടിയാൽ ഞാൻ തുലാഭാരം, ശയന പ്രദക്ഷിണം, XYZ. ഓക്കെ, അത് എന്താണ്? ഭഗവാനുമായിട്ട് നമ്മളൊരു കച്ചവടമാണ്, നെഗോസിയേഷനാണ്. ഓക്കെ,
അപ്പോൾ ശരിക്കും ഞാൻ പറയാം എന്താ വെച്ചാൽ നിങ്ങൾ ഭഗവാനായിട്ടല്ല അയാളെ കാണണം. ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, കണ്ണനോട് പ്രാർത്ഥിക്കുകയാണെന്ന് വിചാരിച്ചോ, ആ വ്യക്തി കണ്ണനെ അയാളുടെ അടിമയാക്കുകയല്ലേ ചെയ്യണേ. എനിക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രേംജിയോട് പറയാണ്, പ്രേംജി നിങ്ങൾക്ക് ഞാൻ ഒരു തുലാഭാരം നേർന്നു തരാം, നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് ഇന്നത് ചെയ്തു തരണം. അപ്പം പ്രേംജി ഞാൻ എന്താക്കാണ്, എൻ്റെ അടിമയാക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ തൊഴിലാളിയാക്കുകയാണ്. ശരിക്കും ഇന്ന് നമ്മൾ അറിയുന്ന ആധുനിക ഹിന്ദുവിൻ്റെ അവസ്ഥ ഇതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഗതി കെട്ടാണ്ട് എനിക്ക് കഴിവൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് യാചിക്കും, ദൈവം എന്നെ ഒന്ന് രക്ഷിക്കണേന്ന്. പക്ഷെ ഇതല്ല ആധ്യാത്മികത. ഭാരതം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ഇതല്ല. ഇത് സെമിറ്റിക് മതങ്ങളുടെയും വിദേശ ആക്രമണങ്ങളുടെയും ഫലമായി ഹിന്ദു ചെന്നെത്തിയിരിക്കുന്ന ഒരു വലിയൊരു ഒരു പ്രതിസന്ധി ഘട്ടമാണ്. ഇവിടെ നിന്ന് ഇവരെ രക്ഷിച്ചു കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ദേവി ഉപാസകനല്ലാണ്ട് വേറെ വഴിയില്ല. ദേവി ഉപാസന മാത്രമേ ഒരു വഴിയായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമം തിരഞ്ഞെടുത്തത്. കാരണം നമുക്കറിയാം ഭാരതത്തിനെ പോലും തിരിച്ചു കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ലിസ്റ്റ് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ അതിൽ എബവ് 70% ദേ കെയിം ഫ്രം ബംഗാൾ. കാളിയുടെ മണ്ണിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഭാരതം കണ്ട ശൗര്യന്മാരായ മക്കൾ തേച്ചും വന്നിട്ടുള്ളത്. എന്ന് വിചാരിച്ച് കേരളത്തിൽ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഇതൊരിക്കലും ഇതൊരു വിവാദമാക്കേണ്ട സെൻറ്റൻസ് അല്ല. പക്ഷെ മെജോറിറ്റി ദേ കെയിം ഫ്രം ബംഗാൾ. അത് ദേവി ഉപാസനയുടെ ശക്തമായ മണ്ണ്. ഇപ്പം എപ്പോഴും നമ്മൾക്ക് ഒരാളുടെ കഴുത്തിന് പിടിക്കണമെങ്കിൽ ശക്തി ഉണ്ടായേ മതിയാവൂ. നമ്മൾ ശാക്തരാണ് ശരിക്കും. ശാക്ത സമ്പ്രദായത്തിൽ ലോകത്തിനോട് ഇപ്പം നമുക്കറിയാം കുളച്ചൽ യുദ്ധം. ഞാനിപ്പോൾ ബംഗാൾ പറഞ്ഞുകൊണ്ട് തീർച്ചയായും സൗത്തും കൂടെ പറയണം, അല്ലെങ്കിൽ അത് ഇല്ലേ അത് അടുത്തൊരു വിവാദം. കുളച്ചൽ നമുക്കറിയാലോ, സാക്ഷാൽ ഈ ഡച്ചുകാരെ തുരത്തി ഓടിച്ച ആൾക്കാർ. അപ്പോൾ ഇത്രയും ശൗര്യത, അവരാരും പച്ചക്കറി മാത്രം തിന്ന് ജീവിച്ച ആളുകളല്ല. അല്ല, ആ സബ്ജക്റ്റിലേക്ക് നമുക്ക് എന്തെങ്കിലും കിടക്കേണ്ടതുണ്ട്. അപ്പം ശാക്തരാണ് നമ്മുടെ പാരമ്പര്യം അല്ലേ. നമ്മൾ ഈ പറയുന്ന ഇതിഹാസങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അവിടെ ഒരിക്കലും മിണ്ടാതിരിക്കുന്ന രാജാവിനെയോ ഭരണചക്രവർത്തിയോ നമ്മൾ കാണാറുണ്ടോ? ഇല്ല. ശൗര്യമുള്ള ആൾക്കാരെയാണ് കണ്ടത്. ഭാരതം പൂർവ്വ പ്രതാപത്തിൽ ഉണ്ടാകുന്ന കാലം നമ്മൾ ക്ഷാത്രവീര്യം കൊണ്ടാണ് ഈ ധർമ്മത്തെ സംരക്ഷിച്ച് നിർത്തിയത്. പക്ഷെ ഇപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തി എന്ന് പറഞ്ഞാൽ ശാന്തമായിരിക്കുക. വെജിറ്റേറിയനിസമാണ് ആധ്യാത്മികത. അത് വളരെ തെറ്റിദ്ധാരണയുള്ള ഒരു കാര്യം. നമ്മളെപ്പോലെ ഒരു ജനറേഷൻ ഉണ്ടല്ലോ, ആ ജനറേഷനിൽ ഇപ്പോൾ വരുന്ന ആധ്യാത്മിക എന്ന് പറയുമ്പോൾ ചിന്ത വരുന്നത് അതാണ്. ഇപ്പം മത്സ്യമാംസങ്ങൾ കഴിക്കാതിരിക്കുക, കംപ്ലീറ്റ് വെയ്ഗൻ ആവുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു വളരെ വലിയ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഇത് ഈ പറയുന്ന വലിയൊരു ഡിബേറ്റ് ആവശ്യമില്ല. ഇപ്പം കൗണ്ടർ ചെയ്യാം, നിങ്ങൾക്ക് എന്നെ കൗണ്ടർ ചെയ്യാം. ഇപ്പം പറയാറുണ്ട് പഞ്ചാബികൾ അങ്ങനെ കഴിക്കില്ലല്ലോ, അവർ ഇത് മാത്രം ഉപയോഗിച്ചിട്ട്. എക്സെപ്ഷൻസ് ആർ ദർ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ പറയുന്ന ടോപ്പിക്ക് ജനറലൈസ് ചെയ്തിട്ടാണ്. എക്സെപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവാം, അതല്ല ജനറലി നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ദേവി ഉപാസകരായ ബംഗാളിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ഭാരതത്തെ മോചിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ആധുനിക ഭാരതത്തെയും മോചിപ്പിക്കാൻ ദേവി ഉപാസനയിലൂടെ മാത്രമേ സാധിക്കൂ. നമുക്കറിയാം ആധ്യാത്മികത ലോകം വീണ്ടും ചർച്ച ചെയ്തത് ആരിലൂടെയാണ്? സ്വാമി വിവേകാനന്ദനിലൂടെയാണ് അല്ലേ? 17-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ടിലൊക്കെ അദ്ദേഹം വന്ന് ധ്യാനിച്ച സ്ഥലം എവിടെയാണ്? കന്യാകുമാരിയിലാണ്. വേറെ ഇന്ത്യയിൽ പാറ ഇല്ലാണ്ടാണോ? കടലിൻ്റെ നടുവിൽ പാറയുള്ള സ്ഥലം ഇല്ലാണ്ടാണോ വിവേകാനന്ദൻ കന്യാകുമാരി വരെ വന്നത്? അത് എനിക്ക് തോന്നുന്നു അതൊരു ഒരു ഭാരതം എന്നുള്ള ഒരു ബോഡിയിൽ. അതാണ് ഞാൻ തുടക്കം പറഞ്ഞത്. വന്ദേ മാതരം എന്ന് നമ്മൾ വിളിക്കുന്നത് എന്തിനെയാണ്? ഭാരതത്തെ ദേവിയുടെ ശരീരമായി കാണുമ്പോൾ ദേവിയുടെ കുണ്ടലിനി ചൈതന്യം ഉറങ്ങിക്കിടക്കുന്നത് മൂലാധാരത്തിലാണ്. മൂലാധാരം എവിടെയാണ്? കന്യാകുമാരി ദേവയെ പ്രതിഷ്ഠിച്ച സ്ഥലം. അവിടെ വന്ന് ആ കുണ്ടലിനിയെ ഉണർത്തിയിട്ടാണ് വിവേകാനന്ദൻ യാത്ര തുടങ്ങിയത്. ഇത് നമ്മൾ ഈ കഴിഞ്ഞ നവരാത്രിക്ക് നമ്മൾ ചെയ്ത നവദുർഗയിലെയും ആദ്യത്തെ കൺസെപ്റ്റാണ് ശൈലപുത്രി. നമ്മൾ ആധ്യാത്മിക യാത്രയിൽ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത് അവൻ്റെ ഉള്ളിലുള്ള ശക്തി ചൈതന്യത്തെയാണ്, ദേവി ചൈതന്യത്തെയാണ്. അത് നമ്മുടെ ബോഡിയിലെ കൺസെപ്റ്റ് എടുത്ത് നോക്കിയാൽ അതെൻ്റെ ഈ പറയുന്ന മൂലാധാര ചക്രത്തിലാണ്. രാഷ്ട്രത്തെ എടുത്ത് നോക്കിയപ്പോൾ അത് കന്യാകുമാരിയാണ്. അതുകൊണ്ട് വിവേകാനന്ദൻ എന്ത് ചെയ്തു? നേരെ വന്നു കന്യാകുമാരിയിൽ. അവിടെ ധ്യാനം ചെയ്ത് രാഷ്ട്രത്തിൻ്റെ ചൈതന്യത്തെ ഉണർത്തിയിട്ടാണ് വിദേശത്തേക്ക് പോയത്.
ഇപ്പോൾ ഇതൊന്നും നമ്മൾ പറയുന്ന വെറും കെട്ടുകഥയല്ല. നമ്മൾ എപ്പോഴും ആധ്യാത്മികതയിൽ ആധുനികതയെ കൊണ്ട് വിശദീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യം നമ്മളെ ജീവിതത്തിലുണ്ട്. പക്ഷെ നമ്മൾ അതിനെ ഒന്നും ശ്രദ്ധിക്കില്ല. ആധ്യാത്മികത പറഞ്ഞാൽ ഉടനെ സയൻസുമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും ആളുകൾ. ഇപ്പോൾ പ്രേംജിക്ക് വിശക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ദാഹിക്കുന്നുണ്ടാവും. ഞാൻ ചോദിക്കുകയാണ് പ്രേംജിയോട്, പ്രേംജിക്ക് എത്ര കിലോ വിശപ്പുണ്ട് എന്നാണോ ഞാൻ ചോദിക്കേണ്ടത്? എത്ര ലിറ്റർ വിശപ്പുണ്ട് എന്നാണോ ചോദിക്കേണ്ടത്? എത്ര മീറ്റർ വിശപ്പുണ്ടെന്നാണ്? വിശപ്പിന് ഒരു അളവ് പോലും ഉണ്ടോ? ക്വാണ്ടിഫൈ ചെയ്യാനാവില്ല. ഇല്ല, തീർച്ചയായിട്ടും. എന്നാൽ അത് നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? അതെ, ഉണ്ട്. ആധുനിക ശാസ്ത്രത്തിന് ഇന്ന് വരെ അതിനൊരു അളവ് പോലും കൊണ്ടുവരാൻ പറ്റിയോ? ഇല്ല. അപ്പം നമ്മൾക്ക് സിമ്പിളായി നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരിക്കലും സയൻസിന് എല്ലാം ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതീന്ദ്രിയമായി ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യം നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ബട്ട് വി ആർ നോട്ട് കംപ്ലൈനിങ്. സയൻസ് നമ്മൾ കുറ്റം പറയുന്നുണ്ടോ? പക്ഷേ നിങ്ങൾ ഒരു ആൾക്കൂട്ടത്തിൻ്റെ അടുത്ത് ആധ്യാത്മികതയെക്കുറിച്ച് സംസാരിച്ച് നോക്കൂ. അവർക്ക് ഏറ്റവും ആദ്യം ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടാവുക എന്തായിരിക്കും? സയൻസിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഇല്ലാത്തതൊക്കെ പൊട്ടത്തരാണ്. അതുകൊണ്ട് ഡോക്ടർ ICU എടുക്കുമ്പോൾ ഡോക്ടർ പുറത്ത് വന്ന അവസാനം പറയുന്ന കാര്യം, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ചെയ്ത് ബാക്കി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവിടെയൊക്കെ തന്നെ ഒരുപാട് അവസരങ്ങളിൽ ഇപ്പം എൻ്റെ അച്ഛൻ ഇതേപോലൊരു ക്രിട്ടിക്കൽ ഇൽനെസ്സായിട്ട് ICUയിൽ കുറേ നാൾ കിടന്നു. പക്ഷേ ആ സമയത്ത് പല ആൾക്കാരും പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. പക്ഷേ അവിടെ വയ്ക്കാനുള്ള ഒരു കാരണം എൻ്റെ ചിന്തയിൽ ഇത് വന്നതാണ് വെച്ചാൽ, അങ്ങനെ കുറേ ചാൻസുകൾ ഉണ്ടായിട്ടുണ്ട്. ഏത് ശാസ്ത്രത്തിന് പോലും മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ ആ പേഷ്യൻ്റ് പരിപൂർണമായി ആരോഗ്യവനായി വരുന്ന അവസ്ഥ വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് എന്താ പറയുക ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് വളരെ രസമായിട്ടുള്ള ഒരു കാര്യം പറയാം. ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ നിങ്ങളൊക്കെ ചിലപ്പം ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ആഡ് കാണുന്നുണ്ടാവും. എന്താണ്? എഫർമേഷൻ ക്ലാസ്സസ്. അതെ അതിലേക്ക് എന്തായാലും വരുന്നുണ്ട്. ഞാൻ അതിന് മുന്നേ തന്നെ ഞാൻ ഇൻറ്ററപ്റ്റ് ചെയ്യലടാ, നമ്മൾ അഫർമേഷനിലേക്ക് കടക്കും. ഇപ്പം ലളിതാ സഹസ്രനാമം സെലക്ട് ചെയ്തു. അപ്പം നമ്മളന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ കെന്നത്തും ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞത് സെലക്ട് ചെയ്ത് ലളിതാ സഹസ്രനാമമാണ്. പക്ഷേ എന്തുകൊണ്ട് അമ്മമാർ? ഇപ്പം പല ആൾക്കാരിപ്പം ഞാൻ ലളിതാ സഹസ്രനാമം ക്ലാസ്സുകൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഓഡിയോ, ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഓഡിയോ വരും. ആരും തന്നെ ഈവൻ ബീജമന്ത്രം പോലും ആരും എക്സ്പ്ലെയിൻ ചെയ്ത് തരില്ല. ആകെ ഒരു മൊണോളജിയാണ്. അപ്പം ഇത് ചൊല്ലാൻ പഠിപ്പിക്കും, അതിൻ്റെ ഒരു വോയിസ് തരും, നമ്മൾക്കത് കേൾക്കുക, അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്കത് പഠിച്ചെടുക്കാം. അല്ലാതെ നിങ്ങളുടെ ഒരു പാഠ്യ രീതി അല്ലെങ്കിൽ അഭിനാശിച്ച് പഠിപ്പിക്കുന്ന രീതി ഞാൻ ശ്രദ്ധിച്ചതിൽ അത് അമ്മമാരാണ് എല്ലാവരും, 100% അമ്മമാരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അമ്മമാർ എന്നുള്ളൊരു ഒരു ഒരു കാച്ച്മെൻറ്റ് ഗ്രൂപ്പിനെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം? അല്ലെന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതിൽ പലതിലും ഞാൻ ശ്രദ്ധിച്ചില്ല. ഇത് ശാസ്ത്രീയതനെ നിങ്ങൾ കുറ്റം പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലൊരു ശാസ്ത്രീയത ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പല പ്രവൃത്തിയിലും. അതെന്തുകൊണ്ടാണ്? ശാസ്ത്രം ഒരിക്കലും ഞാൻ എതിരെ പറയുന്നതല്ല. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിലെ ഒരു വാചകം അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിലെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഒരു പ്രതിഭാസത്തെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ശാഖ, ഒരു വിജ്ഞാന ശാഖയാണ് എന്ത്? ശാസ്ത്രം. പക്ഷെ അതിന് പരിമിതികളുണ്ട്. ചിലത് അതിന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ദ്രിയങ്ങൾക്കപ്പുറമുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും 5 ശരീരമുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന ശരിക്കും 5 ശരീരം കൊണ്ടാണ്. യോഗശാസ്ത്രം പറയുന്നത് 5 എണ്ണമുണ്ട്. എന്നാൽ എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ സെൻസസ് കൊണ്ട് നമുക്ക് ഒരു ശരീരം ഇപ്പോഴും കാണാൻ പറ്റുള്ളൂ, ഈ സ്ഥൂല ശരീരം മാത്രം. നമ്മളതിനെ അന്നമയം എന്ന് വിളിക്കും. അത് കഴിഞ്ഞ് നമുക്കൊരു പ്രാണിക് ബോഡി ഉണ്ട്, പ്രാണമയ ശരീരം. പിന്നെ നമുക്കൊരു മെന്റൽ ശരീരമുണ്ട്, മനോമയ ശരീരം. പിന്നെ നമുക്കൊരു നോളജ് ബോഡി ഉണ്ട്, അതിനാണ് വിജ്ഞാനമയ ശരീരം. പിന്നെ നമുക്ക് ഒരു സോൾ ബോഡി ഉണ്ട്, അതാണ് ആനന്ദമയ ശരീരം. 5 ശരീരമുണ്ട് നമുക്ക് ശരിക്കും. ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. കാരണം എന്താണ്? മനസ്സും പ്രാണനും റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദുഃഖം വരുമ്പോൾ നിങ്ങളുടെ ബ്രെത്ത് റേറ്റ് കുറയണത്. നിങ്ങൾക്ക് ആങ്കർ വരുമ്പോൾ ബ്രെത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യും. ആക്ച്വലി ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ആൾക്കാർ പറയുന്നത് മനസ്സിനെ റിവേഴ്സ് കൺട്രോൾ ചെയ്യാനാണ്. അതായത് ഈ മനോമയ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത്? പ്രാണായാമം. അതെ, അത് ഈ വളരെ ഹൈ ഫ്രീക്വൻസിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ചില വൈബ്രേഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇപ്പോൾ കുറേ ഈ എന്താ പറയുക നമ്മൾ വായിക്കുന്ന ബുക്കുകളൊക്കെ. ഈ സൗണ്ട് എഞ്ചിനീയറിങ് എന്താണ്? സൗണ്ട് തെറാപ്പി ഇല്ലേ? ഇപ്പം നമ്മളതിൽ ആധ്യാത്മിക ഭാഷയിൽ നമ്മൾ എന്താ പറയും? മന്ത്ര തെറാപ്പി എന്നൊക്കെ നമ്മൾ വിളിക്കും. മന്ത്രം എന്താണ് ശരിക്കും? ഫ്രീക്വൻസിയാണ്. ടെസ്ല പോലെ എന്താണ് പറഞ്ഞാൽ, നിങ്ങൾക്ക് കോസ്മിക്കുമായിട്ട് സംസാരിക്കണോ? യു ജസ്റ്റ് സ്പീക്ക് ഇൻ ദ ലാംഗ്വേജ് ഓഫ് ഫ്രീക്വൻസീസ്. നിങ്ങൾക്ക് പ്രപഞ്ചവുമായി സംസാരിക്കണോ? ഇറ്റ് ഈസ് പോസിബിൾ.
പക്ഷെ എങ്ങനെ നമ്മുടെ മനുഷ്യൻ്റെ ഭാഷയിൽ പറ്റില്ല. എങ്ങനെ സംസാരിക്കണം? പ്രപഞ്ചത്തിന് അറിയുന്ന ഭാഷ എന്താണ്? സൗണ്ട് ആൻഡ് ലൈറ്റ്. ഈ 2 കാര്യമാണ് പ്രപഞ്ചം. അപ്പോൾ ഈ 2 ഭാഷയിൽ നമ്മൾക്ക് സംസാരിക്കാൻ പറ്റിയാൽ യു ആർ കണക്റ്റഡ്. അപ്പോൾ എന്തുകൊണ്ട് ലളിതാ സഹസ്രനാമം, എന്തുകൊണ്ട് അമ്മമാർ? അമ്മമാരെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതി ഡിസൈൻ ചെയ്യുന്ന. ഇപ്പം ഞാനും നിങ്ങളും ഉണ്ടായത് പോലും എവിടെ നിന്നാണ്? അമ്മയിൽ നിന്നാണ്. എന്തുകൊണ്ട് പ്രകൃതി പുരുഷന് ഗർഭപാത്രം കൊടുത്തില്ല? കാരണം ഒരു സ്ത്രീയെയും പുരുഷനെയും പ്രകൃതി സൃഷ്ടിച്ചത് ഫോർ എന്താ പറയുക, ഒരു ക്ലിയർ ആയ ആക്ഷന് വേണ്ടിയിട്ടാണ്. പുരുഷൻ എന്നുള്ളത് ഈ പറയുന്ന പോലെ ഗോ ഗെറ്ററാണ്. അയാൾ കോൺഷ്യസ് ആണ്. ഒരു ഫാമിലി എടുത്ത് നോക്കിയാൽ ആ ഫാമിലിയുടെ ബ്രെയിനാണ് അതിലുള്ള മെയിൽ റെപ്രസെൻ്റ് ചെയ്യുക. എന്നാൽ ആ ഫാമിലി എന്ന അസ്തിത്വത്തിൻ്റെ ആക്ടിവിറ്റി, അതാണ് ആ ഫാമിലിയിലെ സ്ത്രീകൾ. ഒരു കുലം എടുത്താൽ കുലത്തിൻ്റെ ശക്തി എന്താണ്? കുലദേവതയാണ്. കുലദേവനല്ല, കുലദേവത. എവിടെ നോക്കിയാലും ഇപ്പം നമ്മൾക്കുള്ള പ്രകൃതം തന്നെ, ഇപ്പം സയൻറ്റിഫിക്, ഇപ്പം ഞാൻ സയൻസിനെ കുറ്റം പറഞ്ഞു എന്നാണല്ലോ. സയൻസ് എടുത്ത് പരിശോധിച്ചാൽ തന്നെ നിങ്ങളും ഞാനും ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നമ്മൾക്ക് DNA-യിൽ നിന്ന് മൈറ്റോകോൺട്രിയ തരുന്നത് എൻ്റെ അമ്മയാണ്, നമ്മുടെ എല്ലാം അമ്മയാണ്. അച്ഛന് എനിക്ക് മൈറ്റോകോൺട്രിയ തരാൻ പറ്റില്ല ശാസ്ത്രം പ്രകാരം. മൈറ്റോകോൺട്രിയ ഈസ് ദ പവർ ഹൗസ് ഓഫ് എ ഹ്യൂമൻ ബോഡി. നമ്മൾ എന്ത് കഴിച്ചാലും അതിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു സാധനം നമ്മളെ ഉള്ളിൽ വേണം. അപ്പോൾ ഈ ഒരു സാധനം എനിക്ക് ജന്മനാൽ പകർന്നു തരാൻ പ്രകൃതി നിയോഗപ്പെടുത്തിയത് ആരെയാണ്? അമ്മയെയാണ്, അച്ഛനെയല്ല. അപ്പം എൻ്റെ നിലനിൽപ്പിന് ആധാരം എന്താണ്? അമ്മയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ ആധ്യാത്മികത പോകുന്നുണ്ടെങ്കിൽ ആ സമൂഹത്തെ നിലനിർത്തേണ്ടത് പ്രകൃതി ചൂസ് ചെയ്തത് ആരെയാണ്? അമ്മയാണ്. ഞാനും ചൂസ് ചെയ്യേണ്ട ആരെയാണ്? അമ്മയാണ്. അപ്പോൾ അതൊരു വലിയൊരു വിപ്ലവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് സയൻറ്റിഫിക്കലി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ജസ്റ്റ് നമ്മൾക്ക് ചുറ്റും പ്രകൃതിയിൽ നോക്കൂ. പ്രകൃതിയെ നിലനിർത്തുന്നത് തികച്ചും ഭാരതം തന്നെ. യൂണിവേഴ്സൽ കോൺഷ്യസിനെയാണ് ഭാരതം ശിവൻ എന്ന് വിളിച്ചത്. ഓക്കെ, മെയിൽ കൺസെപ്റ്റ്. എന്നാൽ ഈ പ്രകൃതിയെ ഭാരതം വിളിച്ചത് എന്താണ്? ശക്തി, പരാശക്തി. അത് ഫീമെയിൽ. ശരിക്കും ഈ പറയുന്ന ഒരു എനർജി കൺസെപ്റ്റിനെ, എനർജിയാണ് എല്ലാത്തിനെയും നിലനിർത്തുന്ന ആ ചാലകശക്തി. ആ ചാലകശക്തിയെ ഭാരതം വിളിച്ച പേരാണ് പരാശക്തി, ഫെമിനിസം. അപ്പോൾ ഈ ഇപ്പം ഞാൻ ഉണ്ടാകുമ്പോൾ തന്നെ ഈ പറയുന്ന പോലെ എൻ്റെ അച്ഛൻ ഞാൻ ഉണ്ടാവാൻ കാരണമായ ബീജം എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ദാനം ചെയ്താൽ തന്നെ ആ ബീജത്തെ കൺവേർട്ട് ചെയ്ത് എത്രയോ പ്രോസസ്സിലൂടെ കടത്തിവിട്ട് 9 മാസം എന്ന ആ കാലചക്രത്തിലൂടെയും കടത്തിവിട്ട് ഞാൻ എന്ന ഒരു സൃഷ്ടി നിർവഹിക്കുന്നത് ശരിക്കും ആരാണ്? അമ്മയല്ലേ? പ്രിസിഷൻ എവിടെയാണുള്ളത്? അമ്മയിലല്ലേ? പ്രിസിഷൻ കൊണ്ട് മാത്രമേ നമുക്കൊരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും, ഇപ്പം നിങ്ങളായാലും ഒരു ജോബ് നിങ്ങൾ ലക്ഷ്യം വെച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ പ്രിസൈസീവായി നിങ്ങളത് ചെയ്താലല്ലേ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. പ്രിസിഷൻ എന്ന ക്വാളിറ്റി പ്രകൃതി കൊടുത്തിട്ടുള്ളത് സ്ത്രീക്കാണ്. അതുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി, ഞാൻ ഈ പറയുന്ന പോലെ അവിചാരിതമായിട്ടാണ് ഈ ലളിതാ സഹസ്രനാമ അധ്യാപനത്തിലേക്ക് എത്തിയതെങ്കിലും ഉണ്ടാവാനുള്ള കാരണം അന്ന് കേരളത്തിലൊക്കെ ഉണ്ടായ ലഹരിയുടെ ഒരു റൈസാണ്. ലഹരിയുടെ റൈസ് എൻ്റെ നാട്ടിലുള്ള കുറച്ച് അമ്മമാർ വന്നിട്ടാണ്. കാരണം ഞാൻ നേരത്തെ നാട്ടിൽ ഒരുപാട് ഇങ്ങനെ സാമൂഹ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. പിന്നെ ഇടക്കാലത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമൊക്കെ എടുത്തു, ജോലി, വിദേശവാസം ഒക്കെ കഴിഞ്ഞ് നാട്ടിൽ കച്ചവടമൊക്കെ ആയപ്പോഴും കച്ചവടം തന്നെയായിരുന്നു. സാമൂഹ്യ പ്രവർത്തനമൊക്കെ ഒരു പരിധി വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ അമ്മമാരൊക്കെ വന്ന്, ചേച്ചിമാരൊക്കെ വന്ന് എന്നോട് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ, നമ്മളെ കുഞ്ഞുങ്ങളാകെ പ്രശ്നത്തിലാണ്. കാരണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലും പബ്ലിക് സെമിനാർസ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് പോലും നമ്മളോട് സംസാരിച്ച് തുടങ്ങി. എന്താണ്? ഒരു പ്രദേശത്ത് കുറച്ച് ആളുകളെ കൂട്ടിയിട്ട് അവർ പബ്ലിക് സെമിനാർസ് നടത്തും. എന്തിന്? ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം. അതോടുകൂടി അവരുടെ ചുമതലയും കഴിഞ്ഞു. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ് അവർ നമുക്ക് തരുന്നത്. ആ കാലഘട്ടം ഒരുപാട് മൂവീസ് ആ സമയത്ത് വന്നു ഇതിന്റെ ഒരു എതിരായിട്ട് വരുന്ന കാര്യം. അപ്പോൾ ആ സമയത്ത് ഞാൻ ചിന്തിച്ചത് എന്താണ്, ഞങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്, പിന്നെ ഈ പറയുന്ന ഞങ്ങളൊക്കെ ഈ ആധ്യാത്മിക മാർഗത്തിലെത്തുമ്പോൾ ഞങ്ങൾക്ക് ഇതിലേക്ക് കൊണ്ടുവരുമ്പോഴും നമ്മുടെ ചേട്ടന്മാർ ആ സമയത്ത് ഞങ്ങളെ വടി വീശാൻ, പന്തം വീശാൻ, പിന്നെ കളരി, ഇതൊക്കെ പഠിപ്പിക്കും, കബഡി. അതുകൊണ്ട് വെച്ചാൽ ആൺകുട്ടികളായ നമ്മൾക്ക് അതൊക്കെ ആ പ്രായത്തിൽ വളരെ മാച്ചോ ഫിഗർ ഉണ്ടാവലാണ്. അന്ന് മൊബൈലിൻ്റെ ഈ അതിപ്രസരം ഇല്ലല്ലോ. പക്ഷേ ഇന്നത്തെ മെയിൽ കമ്മ്യൂണിറ്റീൻ്റെ അവസ്ഥ എന്താണ്? ഇന്ന് നമ്മൾ നെറ്റ്ഫ്ലിക്സിലും വീഡിയോ ഗെയിമിങ്ങിലും പബ്ജിയിലൊക്കെ കുടുങ്ങിയിരിക്കണം. ബാല്യത്തിന് നമുക്ക്
വിളിച്ചിരുത്തി 1 മണിക്കൂർ ഇരുത്തുക പറഞ്ഞാൽ ഇറ്റ്സ് എ ടീഡിയസ് ടാസ്ക്. ചില കുട്ടികളിൽ തന്നെ ഷുഗർ അതേപോലെ അതിനൊരു ധാരണയില്ലല്ലോ. പിന്നെ നമ്മൾ പഠിച്ച് ഇപ്പം ഞാനീ പറഞ്ഞു ഞാനിപ്പോഴും ചിരിക്കാറുണ്ട്. എൻ്റെ രണ്ടാമത്തെ മകൻ UKG-യിലാണ്. അവനിപ്പോൾ ഹിന്ദി പഠിക്കുകയാണ്. ഞാൻ തലയിൽ കൈവച്ച് പോയി. കാരണം ഞാൻ ഹിന്ദി പഠിച്ചത് എൻ്റെ 5ാമത്തെ ക്ലാസ്സിലാണ്, 11ാം വയസ്സിലാണ്. എൻ്റെ മകൻ പഠിക്കുന്നത് 3.5 വയസ്സിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻഫർമേഷൻ ഓവർ ബേർഡൺ ആണ് ശരിക്കും ഇന്നത്തെ കുട്ടികൾ. ഇൻഫർമേഷൻ്റെ ഒരു ഫ്ലക്സാണ് അവരുടെ ബ്രെയിനിലേക്ക് പോകുന്നത്. നമ്മളൊക്കെ പഠിക്കുക. എനിക്ക് തോന്നുന്നു അത് അവർ അത്രയും അഡാപ്റ്റീവ് ആണ് നമ്മളെക്കാൾ. കാരണം പല കാര്യങ്ങളിലും ഇപ്പം നോ എന്ന് പറയാൻ ഒരു പിതാവിനെയോ മാതാവിനോട് നോക്കിയിട്ട് നോ എന്ന് പറയാൻ ഇന്ന് കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പം നമ്മൾ വളരെ ഡീവേറ്റ് ചെയ്ത് പോകാം. പക്ഷേ ഈ ഒരു മൊബൈൽ അതേപോലെ സാധനങ്ങളൊക്കെ തന്നെ ആ കുട്ടികൾ ഉണ്ടാക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻസിൻ്റെ അതിപ്രസരം അതവർക്ക് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോട്ട് കേട്ടോ. കാരണം നമുക്ക് ഓരോ കാലഘട്ടത്തിലുണ്ടാകുന്ന ജനറേഷൻസ്, ഇപ്പോൾ ആൽഫ അല്ലെങ്കിൽ പല ജനറേഷൻസ് നമ്മൾ മാറുമ്പോൾ ആ ജനറേഷനിലെ കുട്ടികൾക്ക് ഏത് സാധനവും പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ ഏത് പ്രോസസ്സ് ചെയ്യണമെന്നും ഏത് പ്രോസസ്സ് ചെയ്യേണ്ടെന്നുള്ളത് മാത്രമാണ് നേരത്തെ പറഞ്ഞ പോലത്തെ ഇഷ്യൂസ്. അത് ഇതിൻ്റെ ഉത്തരം ഞാൻ പറയുന്നത് എഗെയിൻ രസകരമായി ഞാൻ പറയാം. നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സ്ഥലത്തുനിന്ന് ഒരു കാര്യം ഫെച്ച് ചെയ്തിട്ട് ഞാൻ പറയാം. ചില കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞു നമ്മുടെ കമ്മ്യൂണിറ്റി വളരെ സ്ലോ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ സ്ലോ ആണ്, പ്രൊഫഷണലിസം ഇല്ല. ഇതെന്തുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇത് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും പഴയ ഭാരതീയതയുടെ DNA ഉള്ളതുകൊണ്ടാണ്. അതായത് ആധ്യാത്മിക DNA നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. ഇന്നത്തെ കുട്ടികൾക്ക് നമ്മൾ പലരും പഴയ ജന്മി കുടുംബങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഇന്നത്തെ MBA പഠിച്ച കുട്ടികളോട് അന്നത്തെ കണക്ക് പുസ്തകം കൊടുത്താൽ അവർ പറയുക പഴയ കാരണവന്മാർ വാസ് ഇഡിയറ്റ്സ് എന്ന് പറയും. ഇന്നത്തെ തലമുറയ്ക്ക് അന്നത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കൊടുത്താൽ. കാരണം അവർ കണക്ക് നോക്കിയാൽ അറിയാം ഈ കൃഷി ലോസ് ആയിരുന്നു അന്നത്തെ ആളുകൾക്ക്. ബട്ട് അവരത് ഹോൾഡ് ചെയ്ത് പിടിച്ചു. അന്ന് നമ്മൾക്ക് ഒരിക്കലും ഇതൊരു കച്ചവടമായിരുന്നില്ല. എത്രയോ സാധാരണക്കാരായ ആളുകൾക്കുള്ള ജീവിത മാർഗ്ഗമായിരുന്നു അന്ന് കൃഷിപ്പണി. അതുകൊണ്ട് നമ്മളിന്ന് ജന്മികളെ കാടടച്ച് എതിർക്കുമെങ്കിലും അന്ന് അവർ ഒരുപാട് കുടുംബങ്ങളെ പുലർത്തിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ നോർത്തിൽ പോയാലും നമുക്ക് കാണാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഭാരതം കച്ചവടം? ഇപ്പോൾ അതിനിപ്പോൾ മോഡേൺ ഇതിൽ ഞാൻ പറയാം, ഇപ്പോൾ കൊറോണ വന്നു. ലോകത്തിലെ നിങ്ങൾ ഈ പറയുന്ന എല്ലാ ഇൻഡസ്ട്രിയൽ രാജ്യം എടുക്കാം, ജർമ്മനി മുതൽ യൂറോപ്യൻ യൂണിയൻ മുതൽ അമേരിക്ക വരെ എടുക്കാം, പോട്ടെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിനെ എടുക്കാം, അറബ് കൺട്രീസ്, ദേ ആർ റിച്ച് റൈറ്റ്. എത്ര രാജ്യം ഈ ദരിദ്ര രാഷ്ട്രങ്ങൾക്ക് അവരുടെ രാജ്യം ഡെവലപ്പ് ചെയ്ത് വാക്സിൻസ് ഫ്രീ ആയി കൊടുക്കില്ല. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പോലെയാണ് അവരുടെ തലമുറ വളർന്നത്. എന്താണ്? മനുഷ്യത്വം ഇല്ലാതെയാണ് വളർന്നത്. അവർക്ക് ഇൻഫർമേഷൻസ് ഉണ്ട്, പ്രൊഫഷണൽസ് ആണ്, ഒക്കെ അറിയാം എങ്ങനെ ലാഭം ഉണ്ടാക്കണം, നഷ്ടം ഉണ്ടാക്കണം, എന്തൊക്കെ ടെക്നോളജീസ് ഉണ്ടെന്ന് ഒക്കെ അറിയാം. പക്ഷേ മനുഷ്യനെ മനസ്സുകൊണ്ട് സഹായിക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ അവർ മെഷീനാവും. അവിടെയാണ് ഭാരതം വഴി കാണിച്ചു കൊടുത്തത് അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ കൊറോണക്ക് നമ്മളിപ്പോൾ അത് ചെയ്ത ആളിനെ രാഷ്ട്രീയപരമായിട്ട് ചിലപ്പോൾ എതിർപ്പുണ്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ അല്ല വിഷയം. പക്ഷേ അങ്ങനെ ഒരു ഭരണകൂടത്തിന് അങ്ങനെ ചെയ്യാൻ തോന്നിയത് എന്തുകൊണ്ടാണെന്നറിയോ? അവർ ഭാരതീയരായതുകൊണ്ടാണ്. ലോകത്തിന് അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ് പ്രകൃതി. അത് നിങ്ങൾ വളരെ അത്ഭുതപ്പെടുത്തിയ കാര്യം. അത് ഒരു ഭരണാധികാരിയിൽ നിന്ന് നമ്മൾ താഴെത്തള്ളിക്ക് വന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വരെ ഇന്ന് ഇവിടെ ഒരു ചാരിറ്റി ഡ്രൈവ് കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലെവിടെ ആയിക്കോട്ടെ അതിന് കൊടുക്കുന്ന പൈസ കണ്ടാൽ ശരിക്കും ഞെട്ടിപ്പോവും. കാരണം ഒരു ഫിനോമിനൽ എമൗണ്ടാണ് കളക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവനന്ന് കിട്ടുന്ന 1000 രൂപയിൽ നിന്ന് 1000 പോലും കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഭാരതീയരാണെന്നുള്ളത് ഓരോ ചെറിയ ചെറിയ എക്സാമ്പിൾ പോലും അതുണ്ട്. അപ്പം നമ്മളുടെ ഈ കോൺവെർസേഷൻ മുന്നോട്ട് പോകുമ്പോൾ ഈ ലളിതാ സഹസ്രനാമം എന്നുള്ള ഈ സാധനം നിങ്ങൾ അമ്മമാർക്ക് പഠിപ്പിച്ചു, അത് ആ വീടുകളിലൊരു വിപ്ലവം ഉണ്ടാക്കി, അത് കുഞ്ഞുങ്ങളിലേക്ക് അതൊരു മാറ്റം കൊണ്ടുവന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്തിനാണ് ലളിതാ സഹസ്രം? ഇപ്പം നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പറഞ്ഞു, ഞാൻ പോലും ചൊല്ലുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പല കാര്യങ്ങളും അതിലതുണ്ട്. ആ 1000 വേർഡ് പോലും 1000 ഒരു തവണ പോലും റിപ്പീറ്റ് ചെയ്യപ്പെട്ടില്ല. അത് ഭയങ്കര അത്ഭുതം. ആ ഒരു വേർഡ് പോലും അതിൽ റിപ്പീറ്റേഷൻ ഇല്ല. പിന്നെ ഇത് വന്നിട്ടുള്ളത് ബ്രഹ്മാണ്ഡ പുരാണം. അത് ബ്രഹ്മാണ്ഡ പുരാണമാണ് അതിൻ്റെ കോർ. ഓക്കെ, ഇതൊരു 16 സെഞ്ച്വറികൾക്ക് ഉള്ള കാലത്തുള്ള സാധനമാണ്. അപ്പോൾ അത് വേറെ ഭാഷകളിലാണ് എഴുതിയിട്ടുണ്ടാവുക അല്ലേ? നമ്മളന്ന് ഒരു വണ്ടിയിൽ വരുമ്പോൾ സംസാരിച്ച കാര്യം വേറെ ഭാഷകളാണ്. അത് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്ന് ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്ന ഈ ഒരു സാധനം നമ്മളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഇത് എന്തിനു ഞാൻ പഠിക്കണം?
അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചോദ്യം ഞാനിപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ കണ്ടിന്യൂറ്റിയിൽ പറയാം. ലളിതാ സഹസ്രനാമം നമ്മൾ തീർച്ചയായും ഇന്ന് പഠിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. കാരണം ഭാരതീയരാണെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ വളരെ സ്വാർത്ഥരായി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകുടുംബത്തിൽ ജീവിച്ച നമ്മളിന്ന് അണുകുടുംബത്തിലേക്ക് മാറി സ്വന്തം വല്യമ്മ, വല്യച്ഛൻ, അച്ഛനോളം ബഹുമാനിക്കുന്ന എത്ര ആളുണ്ട് ഇന്നത്തെ തലമുറയിൽ? പഴയ നമ്മുടെ തലമുറയിൽ അച്ഛന് സമാനനാണ് വല്യച്ഛൻ, അല്ലേ? ഇളയച്ഛൻ അതുപോലെ തന്നെയാണ്, അച്ഛൻ്റെ റെപ്ലിക്ക തന്നെയാണ് നമുക്ക്. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്കോ? നമ്മൾ കൂടുതൽ സമൂഹത്തിലേക്ക് വരണം. സ്വന്തം വീട്ടിലെ അവസ്ഥ എന്താണ്? ഇതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ സെൽഫ് സെൻട്രിക് ആയി വരുന്നത്? എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചൊല്ലുന്നത്, എന്നാൽ നമ്മളെല്ലാവരും ഈശ്വര ഭക്തരാണ്. ഭാരതത്തിൽ അമ്പലങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഇനിയും ക്ഷേത്രങ്ങൾ പുതിയത് കെട്ടി വരുന്നുണ്ട്. എന്നാലും മനുഷ്യൻ്റെ മനസ്സിൽ ദാരിദ്ര്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം വീട്ടിൽ ഏട്ടൻ്റെ മകൻ കഴിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഏട്ടൻ്റെ മകനും എൻ്റെ മകനും, അല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ മകനും എൻ്റെ മകനും ഉണ്ടെങ്കിൽ, ഞാൻ എൻ്റെ മകൻ്റെ കാര്യവും എൻ്റെ മകൻ്റെ പഠിത്തത്തിലുമാണ് ഇന്നത്തെ തലമുറ. മെജോറിറ്റിയാണ്, ഞാൻ ഇപ്പോഴും പറയാം മെജോറിറ്റിയാണ്. ന്യൂനപക്ഷങ്ങൾ ഉണ്ടാവും. അല്ല, ഞാൻ എക്സെപ്ഷൻ പറയാന്ന് വെച്ചാൽ ഇപ്പം പറയുന്നത് ശരിയാണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ തന്നെ ഈ നമ്മുടെ കുടുംബദേവത എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ വർഷവും ഒരു 4-5 തവണ, അപ്പം കളം മുതൽ ഞങ്ങൾക്ക് ഉത്സവം വരെ നീളുന്ന പല ഡിഫറെൻറ്റ് തീയതികളിലുള്ള സംഭവം. അപ്പോൾ ആ ഒരു സംഗതിയിൽ ഞാൻ കുറച്ച് കാലം നിങ്ങൾ ഈ സംസാരിച്ച എന്താ പറയുക, നമ്മളെ ശ്രീനാഥിയുടെ ഡിസ്കഷനിലും ഉണ്ടായിട്ടുള്ള സംഗതിയാണത്. അപ്പം അവിനാശിയോട് ഞാൻ പലതവണ സംസാരിച്ചതിൽ ഒരു കാര്യം, ഇങ്ങനെയുള്ള സംഗതികൾ ഇപ്പം വീട്ടിലൊരു ദേവത സങ്കല്പം, അതിന് ചുറ്റും നിൽക്കുന്നൊരു കുടുംബം, അവിടെ ഇത് എക്സെപ്ഷൻസ് ആണ്. കാരണം അവിടെ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത്, എൻ്റെ പല അമ്മായിമാരും അല്ലെങ്കിൽ എൻ്റെ അമ്മാമാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ വല്യച്ഛന്മാരായിക്കോട്ടെ, ഞങ്ങൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രദർലി, എൻ്റെ ബിസിനസ്സിലേക്കുള്ള പ്രവേശനം പോലും, എൻ്റെ ജോലിയുടെ പ്രവേശനം പോലും എനിക്ക് അച്ഛനോട് ചോദിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ വലിച്ചനോട് ചോദിക്കാം. എൻ്റെ കല്യാണം എൻ്റെ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നത് എൻ്റെ വലിച്ചനാണ്. ഇപ്പോൾ എനിക്ക് പല കാര്യങ്ങളും ആധ്യാത്മികത വഴി ഞങ്ങൾ കുടുംബത്തിൽ കാണിച്ചു തന്ന വല്യച്ഛനാണ്. അപ്പോൾ ഞങ്ങൾ വല്യച്ഛനോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്യില്ല, അല്ലെങ്കിൽ ചെറിയച്ഛനോട് പറയാതെ, ചോദിക്കുന്നത് വല്യച്ഛനോടാവും പക്ഷെ പറയുന്നത് ചെറിയച്ഛനോടാണ്. കാരണം ചെറിയച്ഛൻ പറഞ്ഞാൽ മതി, ആളുടെ ഒരു എന്താ പറയുക ആവശ്യകത പറഞ്ഞ് അനുവാദം മേടിക്കണ്ട. പക്ഷേ ഇതുള്ളത് കൊണ്ട് നമുക്കുണ്ടായ ഗുണം എന്താ വെച്ചാൽ, ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാ കസിൻസും തമ്മിൽ വളരെ ഭയങ്കര വൈകാരികമായ അടുപ്പാണ്. ഞാൻ വളരെ സാമ്പത്തിക പ്രശ്നത്തിലൂടെ അല്ലെങ്കിൽ മാനസിക പ്രശ്നത്തിൽ പെടുമ്പോൾ എന്നെ ഏറ്റവും ആദ്യം സഹായിച്ചിട്ടുള്ള എൻ്റെ കസിൻസാണ്. അപ്പോൾ അത് എക്സെപ്ഷൻസുള്ള ഫാമിലീസ് ഉണ്ട്. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ആ ഒരു കുടുംബ ദേവത അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആ സങ്കല്പം എന്താ വെച്ചാൽ നമ്മളെ ഭുവനേശ്വരി സങ്കല്പം, അതൊരു ചൈതന്യമാണ്, അതൊരു എനർജി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഫ്രീക്വൻസി ഈസ് വർക്കിംഗ് എമിഡ്സ്റ്റ് us. ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മളൊക്കെ മോളിക്കുലർ ഫാമിലിയായി, പലരും പല സ്ഥലത്ത് ജോലി, വിദ്യാഭ്യാസം, ഇതിൽ നിന്ന് നമ്മളെ കണക്ടിവിറ്റി പോവാണ്. ഇപ്പം ലളിതാ സഹസ്രനാമം നമ്മൾ എന്തുകൊണ്ട് പഠിപ്പിക്കുന്നു? 1000 നാമങ്ങളിൽ നമ്മൾ ദേവിയുടെ വിവിധ ഭാവങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രകൃതിയിൽ ഇപ്പോൾ ആദ്യത്തെ നാമം ശ്രീ മാത്രേ നമഃ, ശ്രീ മാത്രേ നമഃ എന്ന് നമ്മൾ നിത്യവും ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന ആളുണ്ടാവും, ഇല്ലേ? ഇല്ലാത്ത ആളുകൾ ഇഷ്ടംപോലെ ആളുകളുണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാക്കി ചൊല്ലുമ്പോഴുള്ള മാറ്റം എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞാൽ, ശ്രീ മാത്രേ നമഃ, ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്, ഒരാൾ പെട്ടെന്ന് സൈക്കിളിൽ പോവോ അല്ലെങ്കിൽ ബൈക്കിൽ പോവോ, അയാൾ ചിലപ്പം വണ്ടി ഓവർടേക്ക് ചെയ്യുന്ന മുമ്പിൽ തട്ടിയോ മറിഞ്ഞു വീണു, ഉടനെ അടുത്തുള്ള ഒരാൾ വന്ന് അയാളെ പിടിച്ചെണീപ്പിക്കുകയാണ്, അയാളുടെ ബ്ലീഡ് ചെയ്യുന്ന മുറിവിൽ മരുന്ന് വയ്ക്കുകയാണെന്ന് വിചാരിക്കുക, ഞാൻ കാണുകയാണെന്ന് വിചാരിക്കുക. സത്യം പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് ദേവീ ദർശനമാണ്. ശ്രീ മാത്രേ നമഃ, മാതൃത്വം, നർച്ചറിങ്, കെയറിങ്, എനിക്ക് ചുറ്റും ഞാൻ എവിടെ കാണുന്നുവോ അത് ദേവിയാണ്. ഈ കൺസെപ്റ്റിലല്ല നമ്മളിത് ചൊല്ലുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഞാൻ ഈ ചൊല്ലുന്നത് അവിടെ ദേവി കേട്ടോണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ദേവിയെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇരുന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കൺസെപ്റ്റിലാണ് ഭൂരിഭാഗം ആളുകൾ ഇത് ചൊല്ലുന്നത്. അതല്ല, ഈ നാമത്തിലൂടെ എനിക്ക് ചുറ്റും പ്രകൃതിയാണ് ദേവി. നമ്മുടെ ഉള്ളിലൊരു സങ്കല്പം ഉണ്ടാവുകയാണ്. ഈ സങ്കല്പത്തിൻ്റെ കാരകത്വമാണ് പുറമേ ഈ അമ്മാവന്മാരായിട്ടും അമ്മയായിട്ടും ഈ പറയുന്ന നമ്മുടെ ദേവസങ്കല്പങ്ങളായിട്ടും ഒക്കെ, അല്ലെങ്കിൽ ഈ മന്ത്രങ്ങൾ ചൊല്ലുമ്പോഴും നമ്മൾ ആ ക്വാളിറ്റീസ് ഇൻവോക്ക് ചെയ്യല്ലേ. നമ്മുടെ ഉള്ളിൽ ആ ക്വാളിറ്റീസ് ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എനിക്ക് ചുറ്റും പ്രകൃതിയായി മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. അതാണ് ശാസ്ത്രം. ഇന്ന് സയൻസ് അത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത്?
കോൺഷ്യസ്നെസ്സിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് പ്രകൃതി എന്ന് ഇന്ന് ശാസ്ത്രം പറയുന്നതിന് എത്രയോ വർഷം. ഇപ്പൊ പ്രേംജി പറഞ്ഞു ഇപ്പൊ നോബൽ പ്രൈസ് മേടിച്ചവര് പലരും തിയറിയിലൊക്കെ എഴുതി തുടങ്ങി കോൺഷ്യസ്നെസ് കോൺഷ്യസ്നെസ് എന്നുള്ള വാക്കുണ്ട്. നേരത്തെ ഇത് ഭാരതം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു അഫർമേഷൻ ടെക്സ്റ്റ് പോലെ അല്ല നമുക്കിതിന് പറഞ്ഞു. ഇതിപ്പോ പ്രേംജി നേരത്തെ പറഞ്ഞ പോലെ 16-ാം നൂറ്റാണ്ടിൽ നിന്ന് പറയുമ്പോഴും സത്യം 16-ാം നൂറ്റാണ്ടിലല്ല അത്. കാരണം പുരാണങ്ങൾ എപ്പോഴും പ്രക്ഷിപ്തങ്ങളാണ് ശരിക്കും. ഇപ്പൊ നിങ്ങൾ നമ്മുടെ എല്ലാ ടെക്സ്റ്റ് എടുത്ത് നോക്കിയാലും അതിന്റെ ഓതേഴ്സിനെ കാണാൻ പറ്റില്ല. ഇല്ല, അത് പറ്റുമോ? എനിക്ക് തോന്നുന്നു അത് എനിക്ക് തോന്നുന്നു അന്നത്തെ ആൾക്കാർക്ക് അത് സ്വന്തം ഐഡന്റിറ്റിയിൽ വലിയ ലിങ്ക്ഡ് അല്ല, സെൻട്രിക് ആയിട്ടല്ല അവർ ചെയ്യണം. അല്ല, സ്വന്തം ഐഡന്റിറ്റി അല്ലാത്തതുകൊണ്ടല്ല, സ്വന്തം ഐഡന്റിറ്റി അല്ലാത്തതുകൊണ്ടല്ല, അവർക്കറിയാം സ്വന്തം ഐഡന്റിറ്റി എന്താണെന്ന്. കാരണം ഞാൻ ഈ കാണുന്ന ശരീരമോ എനിക്ക് കിട്ടിയ പേരുമല്ല. ഞാൻ ഒരു ടെക്സ്റ്റ് എഴുതിയാൽ അത് അവിനാശ് എഴുതിയെന്ന് ഞാൻ പറയില്ല. കാരണം അവിനാശ് എന്നുള്ളത് എൻ്റെ അച്ഛൻ എന്നെ കണ്ട സമയത്ത് എൻ്റെ ബോഡിയെ വിളിച്ച പേരല്ല കേട്ടോ, എൻ്റെ ആത്മാവിനെ വിളിച്ച പേരാണ് അവിനാശ്. അപ്പോൾ അവിനാശ് എന്നുള്ളത് ഈ രൂപമല്ല ശരിക്കും. എൻ്റെ അച്ഛൻ എൻ്റെ ചെവിയിൽ വിളിച്ചത് അവിനാശ് എന്ന പേരാണെങ്കിൽ അത് എന്തിനാണ് അച്ഛൻ വിളിച്ചത്? അച്ഛൻ്റെ ഇത്ര പോകുന്ന ഇതായിരുന്നു, ഈ 2 കയ്യിൽ കൊള്ളുന്ന സാധനമായിരുന്നു ഞാൻ അന്ന്, അല്ലേ? എന്നാൽ ഇന്ന് ഞാൻ ഏതാ സൈസ്? ഏകദേശം 5 അടി ഉണ്ട്, 5 അടിയിൽ കൂടുതലുണ്ട്. അപ്പോൾ ഈ സാധനത്തിനെ അവിനാശ് എന്ന് വിളിച്ചാൽ 5 അടി ആകുമ്പോൾ തീർച്ചയായും ഈ സാധനത്തിൻ്റെ പേര് മാറും. ആണോ അല്ലയോ? കാരണം ഈ സാധനത്തിന് കയ്യിൽ കിടക്കുമ്പോൾ നമ്മളതിനെ വാച്ച് എന്ന് വിളിക്കും. ഇതൊരു ഇവിടെയാണ് ഇരിക്കണമെങ്കിലോ ക്ലോക്കായി ഒരേ ഫങ്ഷനാണ്, സൈസ് മാറി, ഇല്ലേ? ഇപ്പോൾ ഒരു ചെറിയ ഇത് ഞാൻ പോക്കറ്റിലിട്ടാൽ അത് ഹാങ്കർച്ചീഫായി, എന്നാൽ ഇത് ഇങ്ങനെ ഇട്ടാൽ അത് ഷോളായി. അങ്ങനെയാണെങ്കിൽ ഇത്രയുള്ള അവിനാശ് ഇന്ന് എന്തായിരിക്കണം പേര്? വേറെ ആവണം തീർച്ചയായും. വേറെ എന്തെങ്കിലും ഇതിൻ്റെ മുമ്പിലോ പിറകിലോ ഉണ്ടാവണം. അതില്ല. അപ്പോൾ അച്ഛൻ എന്തിനാണ് വിളിച്ചത്? എൻ്റെ സോളിനെയാണ് വിളിച്ചത്, എൻ്റെ സോളിനെയാണ് വിളിച്ചത്. പക്ഷേ സോൾ എന്താ? ഈ കാണുന്ന ഞാനല്ല എന്നുള്ള ബോധം അന്ന് ഈ ടെക്സ്റ്റ് എഴുതിയ എല്ലാ ആളുകൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും അവരവരുടെ പേരല്ല. കാരണം ഇതൊക്കെ എന്നിലേക്ക് ഒഴുകി വന്നതാണ്. ഞാൻ ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണെന്നുള്ള ബോധം അന്നുള്ള ആളുകൾക്കുണ്ട്. ഇന്നാണ് നമ്മൾ താൻ പോലെ നമ്മളൊരു കുഞ്ഞു കാര്യം ചെയ്താൽ ഇത് ഞാനാണ്. ഇൻക്ലൂസീവ്നെസ് അല്ലേ? അതുകൊണ്ട് ഒരു ടെക്സ്റ്റിലും കാണില്ല. എല്ലായിടത്തും ശിവൻ പാർവതിയോട് പറഞ്ഞു, അല്ലെങ്കിൽ പാർവതി ശിവനോട് പറഞ്ഞു, അല്ലേ? അധ്യാത്മ രാമായണം എവിടെയായാലും, ഇനിയിപ്പോൾ ആയുർവേദം നോക്കുക കിളി പറഞ്ഞു. അപ്പം ഇതൊക്കെ എന്താണ് നമ്മളതിൽ പറയും? ഇപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ എന്തുകൊണ്ടാണ് പറഞ്ഞത്? വിദേശീയർക്കാണ് ഈ ഒരു എന്താണ് പറയുന്നത് രേഖീയമായ ഒരു ചരിത്ര സ്വഭാവം ഉള്ളത്. ഡോക്യുമെന്റേഷൻ രേഖീയമായിട്ട് ലീനിയർ ഡോക്യുമെന്റേഷൻ ഉള്ളത് വിദേശീയർക്ക് മാത്രമാണ്. ഭാരതത്തിന് എപ്പോഴും അത് ചാക്രികമാണ്. പുനരഭിജനനം, മരണം, പുനരഭിജനനം, സർക്കിളിക്കാണ്. അപ്പോൾ സർക്കിൾ എവിടെ തുടങ്ങി നമുക്ക് പറയാൻ പറ്റുമോ? ഫോർവേഡ് മൂവിങ് സൈക്കിൾ. അതെപ്പോഴല്ല, സർക്കിൾ എന്ന് പറഞ്ഞാൽ തന്നെ മൂവ്മെന്റ് ആണ്. അത് നിങ്ങളിപ്പോൾ നമ്മളൊരു കുട്ടി ജനിച്ചു എന്ന് പറയുമ്പോൾ കുട്ടി ഇന്നിപ്പോൾ അവിനാഷ് ജി എന്ന് പറയുന്നു. അവിനാഷ് ആദ്യം എവിടെയായിരുന്നു? ഇപ്പൊ എൻ്റെ മകൻ, ആ ചോദ്യത്തിന് ഉത്തരം. ഇപ്പൊ എൻ്റെ മകൻ്റെ പേര് സഹർഷ്. അപ്പൊ സഹർഷ് 2012 അവൻ ജനിച്ചത്. അപ്പം 2012 മുമ്പേ അവൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അവൻ 9 മാസം അവൻ്റെ അമ്മയുടെ എൻ്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിലുണ്ടായിരുന്നു. അതിനു മുമ്പെയോ അവൻ എന്നിലുണ്ടായിരുന്നു. അതെ, ആ ഒരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് അത് സഹർഷായത് എന്ന് പറഞ്ഞാൽ, ഈ ഇരിക്കുന്ന ഞാൻ ആരാണ് ശരിക്കും? എൻ്റെ പൂർവികരാണ് ഞാൻ, എൻ്റെ പിതൃക്കളാണ്. എൻ്റെ അച്ഛനെ എന്നിൽ നിന്നും മാറ്റിയത് എന്താണ്? കാലമാണ്. അപ്പോൾ കാലമാണ് നമ്മുടെ ജനറേഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് ഈ അറ്റത്ത് നിങ്ങൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണേണ്ടത് ശരിക്കും എന്താണ്? എൻ്റെ പൂർവ്വ പരമ്പരയെ നിങ്ങളുടെ സെൻസസിന് അനുഭവിക്കാനുള്ള ഒരു രൂപത്തിൽ ഞാൻ പ്രേംജിയുടെ മുമ്പിൽ ഇരിക്കുന്നു. ഗുരുപരമ്പരയ്ക്കാണ് ഏറ്റവും കൂടുതൽ. അതാണ് നമ്മൾ സദാശിവനെ തൊട്ടിട്ടാണ് നമ്മൾ പറയണത്. ഗുരുപരമ്പര അവിടുന്ന് തുടങ്ങി ഇന്ന് എൻ്റെ മുമ്പിൽ എനിക്ക് വിദ്യ ഉപദേശിച്ചിരിക്കണ ഗുരുവാണ് എന്നെ സംബന്ധിച്ചിട്ട് ആര്? ആ ഗുരു പരമ്പരയുടെ പ്രത്യക്ഷത്തിലുള്ള ആൾ. അതിനെയാണ് നമ്മൾ വ്യക്തി എന്ന് വിളിക്കുക. ഇപ്പം എൻ്റെ മകൻ എൻ്റെ ഉള്ളിൽ ഞാനായി 2011 3 മാസം വരെ ഉണ്ടായിരുന്നു. ആ ആൾക്ക് പുറത്ത് വ്യക്തമാവണം, മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് അയാൾക്ക് തോന്നിപ്പോഴാണ് അയാൾ എന്നിലൂടെ ഗർഭപാത്രത്തിൽ, ഭാര്യേനെ ഗർഭപാത്രത്തിൽ ചെന്ന് അയാൾ ഇന്നൊരു രൂപമാണ്. അതെന്തോ അയാളെ ഞാൻ എന്ത് വിളിക്കും? വ്യക്തി എന്നാണ് വിളിക്കുക. വ്യക്തമായത്, എൻ്റെ ഉള്ളിലുണ്ടായ ഒരു കാര്യം വ്യക്തമായതിനെ ഞാൻ വ്യക്തി എന്ന് വിളിക്കുന്നു. അപ്പോൾ ലളിതാ സഹസ്രനാമം എന്താണ് നമ്മൾ ഇതൊക്കെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ആരാണ്? എനിക്ക് 5 ശരീരമുണ്ട്. ഞാൻ എൻ്റെ പിതൃക്കളെ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എൻ്റെ അച്ഛൻ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്.
അദ്ദേഹത്തിൻ്റെ എന്തേ പോയിട്ടുള്ളൂ, അദ്ദേഹം വ്യക്തമാവാനെടുത്ത കുറേ നമ്മളെ ഭാഷ പറഞ്ഞ പ്രോപ്പർട്ടീസ് എക്സാക്ട്ലി അല്ലേ, ആ പ്രോപ്പർട്ടീസ് ആ പ്രോപ്പർട്ടീസ് അയാൾ അഴിച്ചു വെച്ചു അല്ലേ. എൻ്റെ അച്ഛൻ പ്രോപ്പർട്ടീസ് അഴിച്ചു വെച്ചു, പക്ഷെ അച്ഛനെ എപ്പോഴും ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എൻ്റെ അച്ഛനെയാണ്, ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എൻ്റെ പിതൃത്വത്തെയാണ്, ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എൻ്റെ ഗുരുപരമ്പരയാണ്, എൻ്റെ കുലത്തെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾക്ക് ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇതൊക്കെ പഠിക്കണമെങ്കിൽ ലളിതാ സഹസ്രനാമം പഠിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയും ഞാൻ ആരാണെന്ന്. ഞാൻ ആരാണെന്ന് അറിയുമ്പോൾ എൻ്റെ കടമയെക്കുറിച്ച് എനിക്ക് നല്ല ബോധം ഉണ്ടാവും. ദിശാബോധമില്ലാത്ത കളി നമ്മൾ കളിക്കില്ല ജീവിതത്തിന് പുതിയ മാനങ്ങളിലേക്ക് നമ്മൾ വരും. ഇന്നത്തെ തലമുറ ദിശാബോധം നഷ്ടപ്പെട്ടെന്ന് ഞാൻ പറയില്ല, പ്രസിഷൻ ഇല്ല അല്ലേ, മനുഷ്യത്വം കുറഞ്ഞു തുടങ്ങി നമുക്ക് അല്ലേ. ഇപ്പം നമുക്കറിയാം, ഇപ്പം പുറത്തേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് നോക്കിയാൽ നമുക്കറിയാം കുറച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താവും. പ്രായമായ അച്ഛൻ അമ്മമാരെ നോക്കാൻ കുറേ വലിയ വീടൊക്കെ കെട്ടി പിടിക്കും, നോക്കാൻ ആളെ നമ്മൾ ശമ്പളത്തിന് വെക്കേണ്ട അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിള്ളേർ പോയ പോലെ ഇവിടെ വേറൊരു ജനറേഷൻ വരേണ്ട അവസ്ഥ വരുന്നതാണ്. അല്ല ഇന്ന് ഇപ്പം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം എൻ്റെ അമ്മാവൻ പിന്നെ ഞങ്ങളൊക്കെ ഒരേ ഐഡിയക്കാരാണ്. ഞങ്ങൾ പറയും എന്ന് എൻ്റെ പ്രാണൻ പോകുന്നോ വിത്തിൻ 3 hours ബോഡി ദഹിപ്പിക്കണം. എൻ്റെ മതം അല്ലെങ്കിൽ എൻ്റെ ദർശനം എന്നെ പഠിപ്പിച്ചത് അതാണ്. ഇന്ന് സത്യം പറഞ്ഞ സങ്കടം തോന്നും, പല ആളുകളും ആഴ്ചകളോളം മോർച്ചറിയിൽ. എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്താ ആക്ച്വലി? കാരണം ബോഡി ശരിക്കും ഒരാൾ മരിക്കണത് അയാൾ കംപ്ലീറ്റ് ആയിട്ട് ആ സമയത്ത് അയാൾ മരിക്കണില്ല ശരിക്കും. അതുകൊണ്ടാണ് നിങ്ങളൊരു ഡെഡ് ബോഡി എടുത്ത് നോക്കിയാൽ നമ്മൾ മരിച്ചു എന്ന് പറയുന്ന ആളുടെ നഖവും മുടിയും വളരും. അത് ശാസ്ത്രം തെളിയിച്ചതാണത്. ഞാനിപ്പോൾ മരിച്ചാൽ എൻ്റെ ബോഡി നിങ്ങൾ ഒരാഴ്ച എടുത്ത് വെച്ചാൽ എൻ്റെ മുടി നഖവും വളരും. നിങ്ങൾക്ക് വീണ്ടും എന്നെ കൊണ്ടുവന്ന് ഷേവ് ചെയ്തിട്ട് കിടത്തേണ്ടി വരും. അപ്പോൾ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് എൻ്റെ ബോഡിയിൽ ജനറേഷൻസ് നടക്കണേ? ആക്ടിവിറ്റീസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഞാൻ കംപ്ലീറ്റ്ലി മരിക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ ഒരു ചിത്രശലഭം അതിൻ്റെ സ്റ്റാർട്ടിങ് പീരീഡ്, അതിന് ചിറക് മുളക്കുന്നതിന് തൊട്ട് മുമ്പേ എന്താണ്, അതൊരു പുഴുവാണില്ലേ. ആ പുഴുവിൻ്റെ ലാസ്റ്റ് കൺസെപ്റ്റ് എന്തായിരിക്കും? ഞാൻ മരിക്കാൻ പോവുകയാണെന്നാണ്. ആ മരിക്കാൻ പോണ പോയിന്റിലാണ് അയാൾക്ക് എന്തുണ്ടാവണേ? ചിറക് മുളക്കുന്നത്. അപ്പം പുഴുവിനെ സംബന്ധിച്ച് പുഴു മരിച്ചു, പിന്നെയോ അത് ചിത്രശലഭമായി. ഇപ്പം നമ്മളെ തന്നെ എടുക്കുക, നമ്മൾ അമ്മയുടെ വയറ്റിൽ ഇരിക്കുന്ന സമയത്ത് വല്ല കാര്യം നമുക്ക് ഓർമ്മയുണ്ടോ? വല്ല കാര്യം നമുക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടോ? എന്നാൽ നമ്മൾ അന്ന് ജീവിച്ചിട്ടില്ലേ? പുറത്ത് ഇത്രയും വലിയൊരു ലോകമുണ്ട് നമുക്കറിയോ? ഇത്രയും വലിയ ഇപ്പം ഇങ്ങനെയുള്ളൊരു സിസ്റ്റമൊക്കെ ഞാൻ ഇന്ന് ഇങ്ങനെ ഇവിടെ ഇരിക്കും, ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നൊക്കെ അന്ന് നമുക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. പക്ഷെ അന്ന് നമ്മൾ ജീവനോടെയല്ലേ ഉണ്ടായിരുന്നത്. അപ്പം ശരിക്കും അതൊരു അർദ്ധമരണമാണ് ശരിക്കും. അമ്മയുടെ വയറ്റിൽ നിന്ന് ഞാൻ പുറത്ത് വരുമ്പോൾ ശരിക്കും എൻ്റെ ശ്വാസം ഒന്നുകൂടെ തട്ടിയിട്ടാണ് ഞാൻ ആദ്യത്തെ ഈ ഭൂമിയിൽ പ്രാണൻ വലിക്കുന്നത്. അപ്പം ഞാൻ മരിച്ചു എന്ന് പറയുമോ നിങ്ങൾ? ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു മരണം കഴിഞ്ഞു. എന്നിട്ട് അടുത്ത നമ്മളെല്ലാവരും ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിലാണ് ഉള്ളത്. അപ്പോൾ ആ കണ്ടിന്യൂസ് പ്രോസസ്സ് നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത് ശാസ്ത്ര സത്യങ്ങളാണ്. അവർ പറഞ്ഞ ആ വിധി പ്രകാരം നമ്മൾ ആ ട്രാൻസ്ഫോർമേഷനിലൂടെ നമ്മുടെ മാതാപിതാക്കളെയും നമ്മളെല്ലാം കടന്നു പോകേണ്ടതാണ്. പകരം ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരാഴ്ച 2 ആഴ്ചയ്ക്ക് അല്ലേ, ചിലപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് ഒറ്റ മോനായിരിക്കും, വരാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. 3 ദിവസം, ഇപ്പോൾ യൂറോപ്പിൽ നിന്നൊക്കെ വരാൻ ചിലപ്പോൾ 2 ദിവസം ടൈം. ഇത്രയും ആ ട്രാൻസ്ഫോർമേറ്റീവ് പീരീഡ് നമ്മൾ എന്ത് ചെയ്യാണ്? നിങ്ങൾക്ക് എക്സെപ്ഷൻസ് ഉണ്ടാവാം, ഞാനിപ്പോഴും പറയും, പക്ഷേ എൻ്റെ വീക്ഷണമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതൊക്കെ നമ്മൾ ഇപ്പം ആധുനികത എടുത്തു നോക്കിയാൽ പറയും നമ്മൾ എന്ത് ചെയ്യും, വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല. ശരിയാണ്, ആൾ ചിലപ്പോൾ ലോകം അറിയുന്ന ശാസ്ത്രജ്ഞനായിരിക്കും, സത്യമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മുറുകെ പിടിക്കേണ്ട ചില കാര്യമുണ്ട്. ഞാൻ എന്താണ് എൻ്റെ കടമകൾ? ഈ കടമകൾക്കൊത്ത് നമ്മൾ ജീവിക്കണം. ആ കടമകൾക്കൊത്ത് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും പൂർണ്ണനായ ഒരു വ്യക്തിയാവുക. അല്ലെങ്കിൽ എന്തുണ്ടാവും അറിയോ? ഈ പറയുന്ന പോലെ ഞാനിതൊക്കെ ചെയ്യുന്നുണ്ടാവും. ഞാൻ ഇപ്പോൾ ഈ പറയുന്ന പോലെ ലോകത്തിൻ്റെ ഏതോ ഭാഗത്ത് സ്റ്റേഷനിലാണ്, ലോകം അറിയുന്ന ഒരാളാണ് ഞാൻ എന്നൊക്കെ വിചാരിക്കുക. പക്ഷേ എൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് എനിക്ക് അടുത്തുണ്ടാവാൻ പറ്റിയിട്ടില്ല. അമ്മയുടെ കർമ്മം എനിക്ക് കൃത്യമായി ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതെന്നെ ഹണ്ടയില്ലേ? ഹണ്ടയില്ലേ? തീർച്ചയായും. കാര്യം എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, എനിക്ക് സാധിച്ചില്ല. അപ്പോൾ നമ്മൾ ഇത്രയും ഇതിൻ്റെ എമിഡ്സ്റ്റായിട്ട് ഇരിക്കുമ്പോൾ, നമ്മൾ ഇത്രയും ലക്ഷറിയിൽ ജീവിതം ജീവിക്കുമ്പോൾ, നേരത്തെ പ്രേംജി പറഞ്ഞത് കടമെടുത്താൽ നമ്മൾ ഇത്രയും വലിയ ഇൻഫർമേഷൻ്റെ യുഗത്തിൽ ജീവിച്ച് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്, ഹൈലി ഇൻ്റലക്റ്റ് ആണ് ഒക്കെ ആയ ഞാൻ ആറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എൻ്റെ മനസ്സ് സന്തോഷത്തോടെയാണോ ഞാൻ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം സംവേർ ഞാൻ സങ്കടത്തിലാണ്. പിന്നെ ആത്മഹത്യ നിരക്കൊക്കെ വളരെയധികം കൂടുന്നത്
ഇത്രയും സൗകര്യങ്ങളും ഇപ്പം നമുക്കൊരു വിഷമം വന്നാൽ വിളിക്കാൻ ഗവൺമെൻറ് പോലും കൂടെയുണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് വിളിക്കാം. ഫോൺ നമ്പേഴ്സ് അവൈലബിൾ ആണ് 24/7. എല്ലാ ഗവൺമെൻറ്റ്സും അതിന് സപ്പോർട്ട്. കാരണം മാനസികാരോഗ്യം ഇപ്പോൾ സ്കൂളിൽ തന്നെ എല്ലാ സ്കൂളുകളും സൈക്കോളജി ടീച്ചർ ഉണ്ടാവണം, കൗൺസിലർ ഉണ്ടാവണം നിർബന്ധമാണ് ഇപ്പം. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ ആത്മഹത്യാ നിരക്കൊക്കെ തന്നെ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നെ പറയും ഞാൻ ശാസ്ത്രത്തിനെതിരാണെന്ന് പറയും. ഞാൻ ഒരിക്കലും ശാസ്ത്രത്തിനെതിരല്ല. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെൻസ് ഉണ്ടല്ലോ, അത് ഏത് തലത്തിലാണ് ഇത് പ്രയോഗിക്കുക, അവിടെ ഇന്നത്തെ ശാസ്ത്രം നമ്മുടെ മനുഷ്യത്വവുമായിട്ട് ചെറിയൊരു ഒരു ഒരു ചാലഞ്ചിങ് പോയിന്റിലാണുള്ളത്. അത് മാത്രമാണ് എൻ്റെ വിഷയം, അല്ലെങ്കിൽ എൻ്റെ കൺസേൺ. ഇപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ലളിതാ സഹസ്രനാമൊക്കെ ഇതുപോലെ പഠിക്കുന്നത് അർത്ഥതലത്തിൽ പഠിച്ച് എന്താണ് വൈബ്രേഷൻസ്, എന്താണ് മന്ത്രം, ഇത് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ചലനം. ഇപ്പോൾ പ്രേംജി പറഞ്ഞ പോലെ ഇത്രയും ആർഭാടത്തിൽ ജീവിച്ചിട്ടും എൻ്റെ കുഞ്ഞിന് എന്തുകൊണ്ട് സന്തോഷം കിട്ടുന്നില്ല, അല്ലെങ്കിൽ കുടുംബത്തിൽ ആത്മഹത്യകൾ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ പ്രീഡിഗ്രിക്കൊക്കെ ഞാൻ കടലോര ഗ്രാമത്തിലാണല്ലോ ജീവിച്ച് ജനിച്ച് വളർന്നത്. അപ്പം ഈ ആത്മഹത്യയൊക്കെ കാണുമ്പോൾ ഞാൻ പറയും, എൻ്റെ ഒരു ഡിഗ്രി കാലം വരെ ആ ഒരു ജനതയിൽ ആത്മഹത്യ ഉണ്ടായിരുന്നില്ല. അവരൊക്കെ മത്സ്യബന്ധന തൊഴിലാളികളാണ്, പക്ഷേ അവരുടെ ഇടയിൽ ആത്മഹത്യ ഉണ്ടായിട്ടില്ല. ദാരിദ്ര്യം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ആത്മഹത്യ ഇല്ല. പക്ഷേ ഇന്ന് എല്ലാ സമൃദ്ധിയുണ്ട്, പ്രേംജി പറഞ്ഞ പോലെ എല്ലാ സമൃദ്ധിയുണ്ട്, ബട്ട് ആത്മഹത്യ കൂടുതലാണ്. അർത്ഥം എന്താണ്? അന്ന് അവരുടെ മനസ്സ് ക്ഷത്രിയനാണ്, he can fight everything. അതെ, പക്ഷെ വളരെ ക്ഷിപ്രമായിട്ട് ആൾക്കാർ ഡിസിഷൻസ് എടുക്കുന്നത്. ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇല്ല. ഞാൻ പറഞ്ഞു, ഇപ്പം ഭാരതത്തിലെ വിദേശീയർ വന്ന് സപ്രസ് ചെയ്തു. എന്താണ് സംഭവിച്ചതെന്നറിയോ? ഭാരതം ആ സമയത്ത് വൈഷ്ണവതയിൽ കുടുങ്ങിപ്പോയിരുന്നു. വൈഷ്ണവതയ്ക്ക് ഒരിക്കലും ഞാൻ എതിരല്ല, പക്ഷെങ്കിൽ ഈ വെജിറ്റേറിയനിസം ഓറിയൻറ്റഡ് ആയ നമ്മുടെ ടെക്സ്റ്റിൽ പറയാത്തതിന് കുറേ പ്രൊജക്റ്റ് ചെയ്ത്, ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ മുത്തശ്ശൻ ഒരു സിംഹത്തെ വളർത്തിയെന്ന് വിചാരിക്കുക, ഉദാഹരണം. മുത്തശ്ശൻ സ്വാഭാവികമായിട്ടും രാവിലെ അതിന് ഇറച്ചി അല്ലേ, അല്ലെങ്കിൽ മാനിനെ പിടിച്ചുകൊണ്ട് കൊടുക്കുമായിരിക്കും, മുയലിനെ കൊടുക്കുമായിരിക്കും, തിന്നാൻ വേണ്ടി കൊടുത്തു. പക്ഷേ എൻ്റെ മകൻ ആയ സമയത്ത് മുത്തശ്ശനിൽ നിന്ന് ഇങ്ങനെ ജനറേഷൻസ് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ മകൻ എത്തിയപ്പം അവൻ ഭയങ്കര വെജിറ്റേറിയനിസത്തിൻ്റെ വക്താവാണ്. അവൻ എന്ത് ചെയ്തു? ഈ സിംഹത്തിന് എന്ത് ചെയ്തു? പാൽ കൊടുക്കാൻ തുടങ്ങി, പച്ചക്കറികളൊക്കെ പുഴുങ്ങി കൊടുക്കാൻ തുടങ്ങി. സിംഹത്തിൻ്റെ സ്വഭാവം എന്താവും? മാറ്റം വരും, തീർച്ചയായിട്ടും. ഇതാണ് ഇന്ന് സംഭവിച്ചത്. ഭാരതത്തിന് സംഭവിച്ചത് അതായിരുന്നു. ഭാരതം ക്ഷാത്രവീര്യത്തിലുണ്ടായ ഭാരതം ക്രമേണ എന്ത് ചെയ്തു? മെല്ലെ ശാന്തതയിലേക്ക് പോയി. ശാന്തതയിലേക്ക് പോയ സമയത്ത് എന്ത് ചെയ്തു? ആക്രമണങ്ങൾ വന്നു. നമ്മൾ എന്ത് ചെയ്തു? പകച്ചുപോയി അതിന് മുമ്പിൽ. കാരണം ക്ഷാത്ര സ്വഭാവം പോയി. സിംഹം മറന്നു ഞാൻ ആരാണെന്നുള്ളത്. അപ്പോഴും ആര് വരേണ്ടി വന്നു? ഞാൻ ഈ പറഞ്ഞ പോലെ ബംഗാളിൽ നിന്ന് ആളുകൾ വരേണ്ടി വന്നു അല്ലേ? കാരണം എന്താ? ദേവിയെ ക്ഷാത്ര സ്വഭാവത്തിൽ ആരാധിച്ച ആൾക്കാർ വരേണ്ടി വന്നു. എന്തിന്? ഭാരതത്തെ ഒന്ന് ഉണർത്താൻ, തൊട്ട് ഉണർത്തി, ഇതാ നിങ്ങളുടെ സ്വഭാവം ഇതാണ്, നിങ്ങൾ ഇതാണെന്ന് പറയാൻ. അപ്പോൾ സിംബോളിക്കായിട്ട് പോലും ദേവിയുടെ വാഹനം സിംഹവും ഒക്കെ ആണ്. അത് ധർമ്മത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. അപ്പം പറഞ്ഞു വന്നത്, ഇന്നത്തെ സമൂഹത്തിന് ആവശ്യം ദേവി ഉപാസനയാണ്. കാരണം എന്താ? അവൻ പകച്ചു പോവാണ്. ഒരു കുഞ്ഞ് ഇപ്പം നീറ്റ് എഴുതി കിട്ടിയിട്ടില്ല, ആളുടെ വലിയ ആംബിഷൻ ആയിരിക്കും നീറ്റ് എഴുതി എനിക്ക് കിട്ടണം. നീറ്റ് എഴുതി പരീക്ഷ തോറ്റു, അല്ലെങ്കിൽ ഉദ്ദേശിച്ച റാങ്ക് കിട്ടിയിട്ടില്ല, എന്ത് ചെയ്യും? ആത്മഹത്യ. അല്ല, അതൊക്കെ സ്വന്തം മനസ്സിലെ ചിന്തകളെ താങ്ങാൻ പറ്റില്ല. അല്ല, ഞാൻ സ്കൂൾ മാറ്റിയ ഒരൊറ്റ കാരണത്തിൽ 14ാമത്തെ ഫ്ലോറിൽ തന്നെ ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ അമ്മോട് സംസാരിച്ചുകൊണ്ട് നിന്നു. അവിടെ നിന്ന് ഓടി നിലത്തേക്ക് ചാടി. ജോലിയിലെ സ്ട്രെസ്സ് കാരണം കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, അതായത് കൂട്ടുകാരൻ്റെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് സ്ട്രെസ്സ് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾ 6ാമത്തെ ഫ്ലോറിൽ നിന്ന് ഒറ്റ ചാട്ടം. ഇത് വളരെ എന്താ പറയുക, അതാണ് പറഞ്ഞത്. ഇന്നത്തെ ജനതയ്ക്ക് ആവശ്യം സമ്പത്തല്ല. സമ്പത്താണെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ സമ്പത്ത് ആവശ്യമാണ്, എല്ലാമെന്ന് ഞാൻ പറയില്ല. ലക്ഷറി എല്ലാമെന്ന് ഞാൻ പറയില്ല. ലക്ഷറി ആണ് വേണം. ഏതാണ് ലക്ഷറി വേണ്ടത്? ഓഷയുടെ വാക്ക് ഞാൻ കടമെടുക്കും. സ്പിരിച്വാലിറ്റി ഈസ് ദ അൾട്ടിമേറ്റ് ലക്ഷറി. സ്പിരിച്വലിസം ഈസ് ദ അൾട്ടിമേറ്റ് ലക്ഷറി. ഇതുണ്ടോ നിങ്ങൾക്ക് എല്ലാ ലക്ഷറിയും അതിൻ്റെ 100% ഇൻറ്റൻസിറ്റിയിൽ അനുഭവിക്കാൻ വേണ്ടി പറ്റും. ഇന്ന് എല്ലാം ഉണ്ട്, അനുഭവിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? മൈൻഡ് വളരെ ചെറിയ മൃഗബോധമാണ്. തന്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പശു, നമ്മളങ്ങനെയാണ് വിളിക്കുക, പശുക്കൾ എന്ന് വിളിക്കും. കാരണം പശുക്കൾ നിന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ, മൃഗങ്ങൾ എടുത്തു നോക്കിയാൽ മൃഗങ്ങൾ മുഴുവനും ജീവിക്കുന്നത് 4 ബേസിക് ഇൻസ്റ്റിങ്ക്റ്റിൻ്റെയാണ്. ആഹാരം, നിദ്ര, മൈഥുനം, ഭയം. ഈ 4 ബേസിക് ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ പുറത്താണ് മൃഗസമൂഹം.
ഇനി നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മളും എന്താണ് ചെയ്യുന്നത്? ഈ 4 തന്നെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ്. ഇതിൻ്റെ കുറച്ചുകൂടെ ഇലാബറേഷൻ ആണ് നമ്മൾ. കാരണം ആഹാരം, ശരി, ഞാൻ പഠിക്കുന്നു, എഞ്ചിനീയർ ആവുന്നു, നല്ല ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ ഡോക്ടർ ആവുന്നു, സയൻറ്റിസ്റ്റ് ആവുന്നു, ജോലി കിട്ടുന്നു, ശമ്പളം കിട്ടുന്നു, എമ്യൂണിറ്റീസ് അറ്റ് ദ എൻഡ് ഓഫ് ദി വയറ് നിറച്ച് കഴിക്കണം അല്ലേ? അത് കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങണം, അതിന് നല്ല ഫ്ലാറ്റ്, വീട്, സൗകര്യങ്ങൾ, പിന്നെയോ മൈഥുനം, നല്ലൊരു കല്യാണം കഴിക്കണം, പിന്നെ ഒരെണ്ണൊന്നും പോരാ. ഇപ്പം ബോഡി കൗണ്ട് 1, 2 ഒക്കെ കുറവാണ്. പിന്നെ അതിന് ശേഷം എന്താണ്? ഭയം. കാരണം നാളെ എന്നുള്ളത്, നാളെ എനിക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാവണം, നാളെ എനിക്ക് പിന്നെ ഇത്ര മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായാലും നാളെ എനിക്ക് ഇത്ര ഉണ്ടാവും, ഇത്ര പ്രോപ്പർട്ടീസ് വാങ്ങിക്കണം, നാളെ ഭാരതം ഇത്രാമത്തെ ആവും, അപ്പം ഞാൻ ഇവിടുന്ന് കാനഡയ്ക്ക് മൈഗ്രേറ്റ്. ഈ നാളെ 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 എന്താവും എന്നുള്ള ഫിയറിൻ്റെ പുറത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്.